ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കൂടെ അമ്മമാരൊരുമിച്ച് പ്രാർത്ഥിക്കാനായി നാം തെരഞ്ഞെടുത്തിരിക്കുന്ന 3 ദിനങ്ങളിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. നല്ല ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയപ്പെടാൻ, എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ അർത്ഥമുണ്ട് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച് ഈശോ ഒരുക്കി തന്നിരിക്കുന്ന ഈ 3 ദിനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ അടച്ച കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് സെഫാന്യ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 14, 16, 17, 18 വചനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. സിയോൻ പുത്രി ആനന്ദ ഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു, നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവ് നിന്റെ മധ്യയുണ്ട്, നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും, തന്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമുക്ക് തന്ന വചനമാണ്. എല്ലാ മാതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഓരോ വ്യക്തികളുടെയും ഹൃദയം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഈശോ തന്ന വചനമാണ് സിയോൻ പുത്രി. ഇസ്രായേലെ ആർപ്പ് വിളിക്കുക. ഇസ്രായേലിനെ അമ്മയായി കണ്ടുകൊണ്ട് ആ അമ്മയോട് ആർത്ത് വിളിക്കാൻ, ആനന്ദിക്കാൻ സ്വർഗം ആവശ്യപ്പെടുന്ന തിരുവചന ഭാഗമാണിത്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്റെ മധ്യയുണ്ട്. സിയോൻ പുത്രി എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ അമ്മയായ ഇസ്രായേലിനോട് പറയുകയാണ്, നിന്റെ മധ്യേ ദൈവമായ കർത്താവുണ്ട്. അതുകൊണ്ട് ഇനിമേൽ നീ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ധൈര്യപൂർവം കർത്താവിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി വലിയ ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, ദുർബലമാകാത്ത കരങ്ങളോടെ, ക്ഷീണിച്ചു പോകാത്ത കരങ്ങളോടെ കർത്താവിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി നീ പ്രാർത്ഥിച്ചാൽ നിന്റെ മധ്യത്തിൽ വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ടാകും. അവിടുന്ന് നിന്നിൽ അതിയായി ആഹ്ലാദിക്കും, തന്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു വലിയ കൃപ തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ മാതാക്കളും തങ്ങളുടെ ജീവിതം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ വചനമൊന്ന് നമുക്ക് ഉറക്കെ ഏറ്റുപറയാം. സിയോൻ പുത്രി ആനന്ദ ഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, ഈ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്ന ഈ മണിക്കൂറുകളിൽ കർത്താവ് നമ്മുടെ മധ്യ ഇറങ്ങി നിൽക്കണം. നമ്മുടെ കുടുംബത്തിൽ കർത്താവ് ഇറങ്ങി നിൽക്കണം. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി ദുർബലമാകാത്ത കരങ്ങളോടെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ, നിന്റെ ജീവിതത്തിൽ ദൈവസ്നേഹം പുനഃപ്രതിഷ്ഠിക്കാൻ, നിന്റെ കുടുംബത്തിൽ ദൈവസ്നേഹം പുനഃപ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ കൂടെ ഇറങ്ങി വരുന്ന കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മഹത്വം, 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 മഹത്വം. എല്ലാ ജീവിതങ്ങളെ സമർപ്പിക്കാൻ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മാതാക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് കൊടുത്തിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം, കുടുംബനാഥ എന്ന ഉത്തരവാദിത്വം, അത് തങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുവാൻ, ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ കൃപ കൊടുത്തി 3 ദിനങ്ങൾ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, നന്ദി, 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 നന്ദി. കൃപ തരണേ കർത്താവെ, കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവെ, കൃപ നിറയ്ക്കണേ കർത്താവെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് അവിടുത്തെ കൃപ, ശക്തി, ധൈര്യം പകരണമേ. എല്ലാവരും ഉണർവുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ കൃപ നിന്റെ വ്യക്തി ജീവിതത്തിൽ നീ കർത്താവിനെ കണ്ടുമുട്ടുന്ന ദിനങ്ങളായി 3 ദിനങ്ങൾ മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം.
ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. പരിശുദ്ധാമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അമ്മേ, ദേവപുത്രന്റെ മാതാവായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് അഭയമായ ആലംബമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കൂടെ ഈ മണിക്കൂറിൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈ മക്കളുടെ ജീവിതങ്ങളിൽ മാതൃത്വത്തിന്റെ വലിയ കൃപയും ശക്തിയും കൊടുക്കുവാൻ അമ്മ ഈ മക്കൾക്ക് വേണ്ടി ശുശ്രൂഷകളിൽ തിരുക്കുമാരന്റെ സന്നിധിയിൽ മധ്യസ്ഥം വിളിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് പറയുകയാണ്, സീയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. ഒരമ്മയുടെ കരം അവളുടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ളതാണ്. ആ കരങ്ങൾ ദുർബലമാകാതിരിക്കണമെങ്കിൽ ആ കരങ്ങൾക്കൊരു ശക്തി വേണം. ആ ശക്തി ആ കരങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ കരങ്ങൾ ഉയർത്തേണ്ടത് ദൈവസന്നിധിയിലേക്ക്. പ്രിയപ്പെട്ട മാതാക്കളെ, 3 ദിനം ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി തന്റെ കരങ്ങൾക്ക് ശക്തി സ്വീകരിക്കാൻ പാലാരൂപതയിലെയും എന്നെ ശ്രവിക്കുന്ന എല്ലാ മാതാക്കൾക്കുമായി സ്വർഗം ഒരുക്കിയിരിക്കുന്ന ഈ 3 ദിനങ്ങളെ ഈശോയുടെ പക്കലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ധ്യാന ശുശ്രൂഷയുടെ ആരംഭത്തിൽ സ്വർഗം നമുക്ക് തന്ന വചനമാണ്, സീയോൻ പുത്രി അതിയായി ആഹ്ലാദിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്. പ്രിയപ്പെട്ട മാതാക്കളെ, കർത്താവ് നിങ്ങളോട് പറയുകയാണ്, നിന്റെ ദൈവം നിന്റെ മധ്യയുണ്ട്. നീ ഇന്ന് ഏതവസ്ഥയിലാണെങ്കിലും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും സങ്കടങ്ങളും വിങ്ങുന്ന നൊമ്പരങ്ങളും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി നിൽക്കുന്ന ഒരു മാതാവാണ് നീയെങ്കിലും നിന്നോട് കർത്താവ് പറയുകയാണ്, ധൈര്യം സംഭരിക്കുക, നിന്റെ മധ്യേ ഞാനുണ്ട്. നിന്റെ കരങ്ങൾ ദുർബലമാകരുത്. പലപ്പോഴും പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കരങ്ങൾ ദുർബലമായി പോകുന്നു. ശുശ്രൂഷ ചെയ്യേണ്ട കരങ്ങൾ പലപ്പോഴും ചിലപ്പോഴെങ്കിലും ബലം പിടിച്ചു വെക്കും, ചിലപ്പോൾ നീട്ടിയാലും ശക്തി കിട്ടാതെ തളർന്നു പോകും, മനം തളർന്നു പോകുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ കർത്താവ് നമ്മോട് പറയുകയാണ്, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. അതിനൊറ്റ കാരണമേ ഉള്ളൂ, നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, മാതാക്കൾക്ക് മാതൃകയാണ് പരിശുദ്ധ അമ്മ. കുരിശിന്റെ ചുവട്ടിൽ ധൈര്യപൂർവ്വം നിന്ന പരിശുദ്ധ അമ്മയെ ഒരു കുടുംബിനിയായ അമ്മ ധ്യാനിച്ചാൽ അവളുടെ കുടുംബ ജീവിതത്തിൽ അവൾ ഒരിക്കലും തളർന്നു പോവില്ല. ഒരു അമ്മ പ്രാർത്ഥനയുടെ വ്യക്തിയായിരിക്കണം. സ്വർഗത്തിലെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരമ്മയായിരിക്കണം. ആ അമ്മയുടെ ജീവിതത്തിൽ തളർച്ചകൾക്ക് സ്ഥാനമില്ല. ധൈര്യമുള്ള കൃപകൾ അവരുടെ ജീവിതത്തെ തേടിയെത്തുമെന്ന് സ്വർഗം നമ്മെ പഠിപ്പിക്കുന്നു. ജീവിക്കുന്ന വിശുദ്ധ ജീവിതങ്ങളുടെ ഉദാഹരണങ്ങൾ ഇന്ന് എന്റെയും നിങ്ങളുടെയും മുൻപിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലാത്ത കുടുംബം, 1 ഇഞ്ച് സ്ഥലം പോലും സ്വന്തമായില്ലാത്ത കുടുംബം, ആരെങ്കിലും ദാനമായി നൽകിയ ഒരു വഴിക്കവലയിലെ ഒരു കൊച്ചുകുടിലിൽ ഒരു കുടുംബം ആരംഭിച്ചു. ആ വീട്ടിലെ ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളുമൊക്കെ കടന്നു വന്ന് വിവാഹം കഴിച്ചു വന്ന സ്ത്രീക്ക് ഏറെ വേദനാജനകമായിരുന്നു. പരാതികൾ പറയാനോ തന്നെ ഒന്ന് ശ്രവിക്കാൻ ആരുമില്ലാതിരുന്നിട്ടും അവൾ എല്ലാ രാത്രികളിലും പരിശുദ്ധ അമ്മയോട് സ്നേഹം ചേർത്ത് വെച്ചു പ്രാർത്ഥിച്ചെങ്കിൽ
കണ്ണുനീരിനിടയിലും പ്രാർത്ഥിച്ചുകൊണ്ട് പരാതിയില്ലാതെ തന്റെ ജീവിത ഭാരം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ അവൾ കണ്ടു അവളുടെ കരങ്ങൾ ഒരിക്കലും ദുർബലമാകാതിരുന്നപ്പോ ജപമാല എടുക്കാനും ബൈബിള് വായിക്കാനും പ്രാർത്ഥിക്കാനും ശുശ്രൂഷ ചെയ്യാനും ദുർബലമാകാത്ത ഒരമ്മയുടെ കരങ്ങൾ സ്വർഗമുണ്ടല്ലോ ശക്തിപ്പെടുത്തി കൊടുത്തപ്പോൾ അന്ന് ജീവിതത്തിന് വേണ്ടി തുഴഞ്ഞ ആ കരങ്ങൾ ഇന്ന് ഏകദേശം 55-56 വയസ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ കരങ്ങൾ ഇന്ന് ശക്തിയുറ്റതാണ്, ബലമുറ്റതാണ്, മനസ്സിന് ബലമുണ്ട്. എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, എന്തിനൊക്കെ വേണ്ടി അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടോ അത് മുഴുവൻ തിരിച്ചു കിട്ടിയ ഒരു മാതാവ്, ഒരു കുടുംബിനിയുടെ ചിത്രം നിങ്ങളോട് ഇത് പങ്കുവെക്കുമ്പോൾ എന്റെ ഓർമ്മയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ ജീവിതങ്ങൾക്കും ബുദ്ധിമുട്ടുകളുണ്ട്, ക്ലേശങ്ങളുണ്ട്. ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ദുഃഖമാകാം, മക്കളെക്കുറിച്ചുള്ള ദുഃഖമാകാം, താൻ കിടക്കുന്ന വീടിനെ കുറിച്ചുള്ള ദുഃഖമാകാം. ഓരോ മാതാക്കളെയും ഭരിക്കുക പല സമയങ്ങളിലും. എന്നാൽ നിങ്ങളോടെല്ലാം ഇന്നേ ദിവസം, ധ്യാനത്തിന്റെ 1 ദിവസം എനിക്ക് പറയാനുള്ളത്, ഒരമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയാകണം. പ്രാർത്ഥിക്കുന്ന അമ്മയാകണം. ഒരു നിമിഷം പോലും അവളുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥന മാറിപ്പോകരുത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാനായിരിക്കുന്ന ഒരു സമയം മാത്രമല്ല, അമ്മ അവൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. പ്രാർത്ഥിക്കുന്ന അമ്മയുടെ കരങ്ങൾ അവളുടെ ജീവിതത്തിൽ ഒരിക്കലും ദുർബലമാകില്ല. പ്രായമേറെയായി ദുർബലമായാലും ആ ദുർബലമായ ആ ശക്തി കുറഞ്ഞ വിരലുകൾ കൊണ്ട് ജപമാല എടുക്കുമ്പോഴും ആ ജപമാല മണികളിൽ കുടുംബത്തിലെ കൃപകൾ ഒഴുക്കാൻ ഒരു സ്വർഗം കൂട്ടുള്ള അമ്മയാണ് പ്രാർത്ഥിക്കുന്ന അമ്മ. ജീവിതത്തിന്റെ എല്ലാ നൊമ്പരങ്ങളിലും പ്രാർത്ഥിക്കുന്ന അമ്മയാകണമെന്നാണ് സ്വർഗം ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുക. പ്രിയപ്പെട്ടവരെ, സഭാനിയുടെ പുസ്തകം 3-ാം അധ്യായം 14 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ചു കടന്നു പോകുമ്പോൾ വചനം പറയുകയാണ്, നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. പ്രാർത്ഥിക്കുന്ന ഒരമ്മ, ദുർബലമാകാത്ത കരങ്ങളോടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരമ്മയെക്കുറിച്ച് സ്വർഗം അതിയായി ആഹ്ലാദിക്കും. ദുർബലമാകാത്ത കരങ്ങൾ എന്ന് പറയുമ്പോ മനസ്സിന്റെ ധൈര്യത്തോടെ, ക്ഷമയോടെ, കരുതലോടെ, വിട്ടുവീഴ്ച മനോഭാവത്തോടെ, പ്രാർത്ഥനയോടെ ഒരു കുടുംബിനിയായ സ്ത്രീ വ്യാപരിക്കുമ്പോൾ അവളെ കുറിച്ച് സ്വർഗം അതിയായി ആഹ്ലാദിക്കും. തന്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ തകർന്നുപോയതും തളർന്നുപോയതുമായ ജീവിതത്തിന്റെ വഴികൾ നിനക്കുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ അതെല്ലാം പുനഃപ്രതിഷ്ഠിക്കാൻ ശക്തിയുള്ള കരമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് പ്രാർത്ഥനയിലാണ് പുനഃപ്രതിഷ്ഠ നടക്കപ്പെടുക. നമ്മൾ ഈ 3 ദിനങ്ങളില് ദൈവരാജ്യത്തെക്കുറിച്ചും കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചും ധ്യാനിച്ചും നമ്മുടെ ജീവിതത്തെ നമ്മൾ രൂപപ്പെടുത്തുമ്പോ കർത്താവ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നീ പ്രാർത്ഥനയോടെ വ്യാപരിക്കുമ്പോ നിന്റെ കുടുംബത്തെ അവൻ പുനഃപ്രതിഷ്ഠിക്കും. ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ് പുനഃസൃഷ്ടി. അത് അവിടത്തേക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ നമ്മുടെ ശുശ്രൂഷയുടെ തന്നെ ലക്ഷ്യമെന്ന് പറയുക, എന്റെ ജീവിതത്തെ ഒന്ന് പുനഃപ്രതിഷ്ഠിക്കണം. ഇത്രയും നാളും ഞാൻ ഓടിയത് ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എന്റെ ജീവിതത്തെ ഒന്ന് മേക്കപ്പ് ചെയ്ത്, ഒന്ന് റിപ്പയർ ചെയ്ത്, ഒന്ന് പുനഃപ്രതിഷ്ഠിക്കേണ്ടിയിരിക്കുന്നു, ഒന്ന് ഉടച്ചു വാർക്കേണ്ടിയിരിക്കുന്നു. ഇതല്ല, കുറച്ചുകൂടി പൂർണ്ണതയുള്ളതാക്കി മാറ്റാൻ, ഓരോ മാതാക്കളുടെയും ജീവിതം പൂർണ്ണതയുള്ളതാക്കി മാറ്റാൻ സ്വർഗം തരുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ ഇത്. ഇവിടെ വീണ്ടും നമ്മൾ കാണുകയാണ്, വചനം പറയുകയാണ്, ഉത്സവ ദിനത്തിൽ എന്നതുപോലെ അവിടെ നിന്നെ കുറിച്ച് ആനന്ദഗീതം ഉതിർക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് കൂടെയുള്ള മക്കൾ, ദുർബലമാകാത്ത കരങ്ങളുള്ള മക്കൾ, ശുശ്രൂഷ ചെയ്യുന്ന മക്കൾ, പുനഃപ്രതിഷ്ഠിക്കപ്പെട്ട മകളെ കുറിച്ച് അവളുടെ കുടുംബത്തെ ഓർത്ത് ആ ഉത്സവ ദിനത്തിൽ എന്നതുപോലെ അവൾക്ക് ആനന്ദിക്കാൻ സാധിക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും, നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല, നിന്റെ മർദ്ദകരെയെല്ലാം അന്ന് ഞാൻ ശിക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്തുതി, കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കീർത്തി അതെല്ലാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരും. എന്നിട്ട് 20-ാമത്തെ വചനം ഓർത്തിരിക്കണം, അന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് എന്ന്, വരും നാളുകളിൽ കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിന്റെ അന്ന് ഞാൻ നിങ്ങളെ സ്വദേശത്തെ കൊണ്ടുവരും. നിങ്ങൾ കാണെ നിങ്ങളുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ജനതകളുടെയും ഇടയിൽ ഞാൻ നിങ്ങളെ പ്രഖ്യാതരും പ്രകീർത്തിതരും ആക്കും. കർത്താവ് തരുന്നൊരു വലിയ വാഗ്ദാനമാണ്.
പ്രാർത്ഥിക്കുന്ന അമ്മ, ദുർബലമാകാത്ത കരങ്ങളുള്ള അമ്മ, കർത്താവിന്റെ കൂടെ വ്യാപരിക്കുന്ന ഒരമ്മയോട് അവളുടെ കുടുംബത്തെക്കുറിച്ച്, അവളുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് ഒരു വാഗ്ദാനം തരികയാണ്. മകളെ, നിന്റെ കുടുംബത്തെ എല്ലാവരും കാണുക, എല്ലാ ജനതകളുടെയും ഇടയിൽ ഞാൻ പ്രഖ്യാതരും പ്രകീർത്തിതരുമാക്കും. പ്രകീർത്തിതരുമാക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ജീവിതം ദൈവം ഉയർത്താൻ തുടങ്ങും. മഹത്വം തരുന്നതായിരിക്കും എന്റെ ജീവിതം. എന്റെ ദൈവം എന്നെ പടിപടിയായി സ്വർഗത്തോട് ചേർത്ത് വെക്കും. സ്വർഗം ആനന്ദിക്കുന്ന ഒരു വ്യക്തിയാക്കി സ്വർഗം എന്നെ മാറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ധ്യാനത്തിന്റെ ലക്ഷ്യം അതാണ്. ഒരു സ്ത്രീ, ഒരമ്മ, ഒരു കുടുംബിനി, അവളുടെ ജീവിതം ഈ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും കൃപ നിറഞ്ഞതായി മാറണം. ഈ ഭൂമിയിലെ കൃപ സ്വർഗത്തോളം അവളെ കൂട്ടിക്കൊണ്ടു പോകണം. അതിനവൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് പ്രാർത്ഥിക്കുന്ന അമ്മയായി മാറുക എന്നത്. 3 വയസ്സിലെ തന്നെ ദേവാലയത്തിലേക്ക് അയക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം, അവളുടെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായിരുന്നു, ധ്യാനമായിരുന്നു, മനനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ, ഒരമ്മ, അവളുടെ കുടുംബം സ്വർഗം നോക്കിയിരിക്കുന്ന കുടുംബമാണ്. സ്വർഗം നോക്കിയിരിക്കുന്ന കുടുംബമാണ്. കർത്താവ് നോക്കും. അവിടെ സ്വർഗത്തിൽ നോക്കി തന്നെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് അവിടുന്ന് നോക്കി. അതെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ പറയാണ്, ദൈവം സ്വർഗത്തിൽ നോക്കി തന്നെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് അവിടുന്ന് നോക്കി. അതെ പ്രിയപ്പെട്ട മാതാക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അന്വേഷിക്കാം. കർത്താവിന്റെ നാമം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഏക മനസ്സോടെ നിന്റെ കുടുംബത്തിൽ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് നിന്റെ അധരങ്ങളെയും നിന്റെ ഹൃദയത്തെയും നിന്റെ ശരീരത്തെയും നിന്റെ മനസ്സിനെയും ശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി 2 കരങ്ങളും ഉയർത്തി കർത്താവിന്റെ പക്കലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഈ മണിക്കൂറുകളെ സ്വർഗം ഏറ്റെടുക്കണമേ എന്ന് ആഗ്രഹിച്ച്, കൃപയൊഴുകാൻ ആഗ്രഹിച്ച് ശക്തമായി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, ഈ ജീവിതങ്ങൾ ഏറ്റെടുക്കണേ, ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണേ കർത്താവെ. വചനം കേൾക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, പ്രത്യാശ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഈ പുനഃപ്രതിഷ്ഠകൾ വലിയ ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഖ്യാതരും പ്രകീർത്തനമാക്കുന്ന വലിയ ബോധ്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ദുർബലമാകാത്ത കടങ്ങളോടെ പ്രാർത്ഥിക്കാൻ കർത്താവെ ധൈര്യം തരണമേ, കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി, നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മാതാക്കളെ, കർത്താവിന്റെ വചനം നിങ്ങളോട് പങ്കുവെക്കുമ്പോ കർത്താവ് ഈ മണിക്കൂറിൽ സംസാരിക്കാനായിട്ട്, നമുക്ക് അല്പനേരം ചിന്തിക്കാനായിട്ട് ഈശോ എനിക്ക് തന്നിരിക്കുന്ന വചനഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം. അവിടെ ഒരു സ്ത്രീയെ നാം കാണും, ഒരു ഭാര്യയെ നാം കാണും. അവരുടെ പേരാണ് ദെബോറ. ദെബോറ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്ന സ്ത്രീയാണ് ദെബോറ. ഒരുപക്ഷെ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവാം, ചിലരൊക്കെ കേട്ടിട്ടില്ലായിരിക്കാം. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നെങ്കിൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ ബൈബിള് കയ്യിലെടുക്കുക. നമ്മൾ വചനത്തിലൂടെയാണ് കടന്നു പോകുക. വചനം നമ്മൾ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ കടന്നു പോകുക. വചനം ധ്യാനിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കർത്താവ് വചനത്തിന്റെ ശക്തി പകർന്നു തരും. അതാണ് കർത്താവിന്റെ പ്രത്യേകമായ കരുതൽ എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഈശോയുടെ കൃപ നമ്മൾ നിറയപ്പെടാൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 4ഉം 5ഉം അധ്യായങ്ങളിൽ ദെബോറ എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് വചനം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ദേശത്ത് ന്യായപാലനം നടത്തിയിരുന്ന സ്ത്രീയാണ് ദെബോറ എന്ന് പറയപ്പെടുന്ന സ്ത്രീ. പ്രിയപ്പെട്ടവരെ, ന്യായാധിപയായ ഒരു സ്ത്രീ. അവൾ തീരെ ചെറുതല്ല, അവഗണിക്കപ്പെടേണ്ടവരല്ല, മറിച്ച്
ഇസ്രായേൽ ജനത്തിനിടയിൽ ന്യായപാലനത്തിനായി ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്. ഇസ്രായേൽ മക്കളെ കർത്താവ് ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് അവൻ അവരെ കാനാൻ ദേശത്തേക്ക് നയിച്ചു. കാനാൻ ദേശത്ത് മോശയ്ക്കും ജോഷുവയ്ക്കും ശേഷം ദൈവജനത്തെ നയിക്കാൻ സ്വർഗം കാലാകാലങ്ങളിലായി ന്യായാധിപന്മാരെ അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ഉള്ള കുറേയധികം ന്യായാധിപന്മാരെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ഈ പുസ്തകത്തില് ഒരു സ്ത്രീ ന്യായപാലനം നടത്തുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഒരു ഭാര്യയായ സ്ത്രീ, ഒരമ്മയായ സ്ത്രീ ദെബോറ, അവൾ ന്യായപാലനം നടത്തുകയാണ്. ദെബോറായും ബാറക്കും, ബാറക് അവരുടെ പുത്രനല്ല. ദെബോറ ആരാണ് എന്ന് ചോദിച്ചാൽ, ദെബോറയുടെ ഈ കാലഘട്ടം നമ്മൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തില് BC 12-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ 11-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം നാം കാണുക. അതിൽ കാനാൻ ദേശത്ത് എത്തിയ അവർക്ക് ദൈവജനത്തിന്റെ പാപ സാഹചര്യങ്ങളിൽ ദൈവത്തെ മറന്ന് വിഗ്രഹാരാധനയ്ക്കൊക്കെ ജനം വീണു പോകുന്ന സമയങ്ങളിൽ ദൈവം അയച്ചു കൊടുത്ത ഈ ന്യായാധിപയാണ് നാം ഇവിടെ കാണുക. അപ്പൊ ജനം ന്യായപാലനത്തിന് വേണ്ടി ഇവളെ സമീപിച്ചിരുന്നു. ഇപ്പോൾ ഇവൾ തീർത്തും ചെറുതല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞു. ഇവളുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവൾക്ക് ചില പതിവുകളുണ്ട്, ചില ക്രമങ്ങളുണ്ട്, ചില നിഷ്ഠകളുണ്ട്, ചില വിശ്വാസങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ദുർബലമാകാത്ത കരങ്ങളുള്ള അമ്മ എന്ന് പറഞ്ഞാൽ അവൾ പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. പ്രാർത്ഥിക്കണമെങ്കിൽ അവൾക്ക് വിശ്വാസം ഉണ്ടാവണം. അപ്പോൾ ദെബോറ എന്ന് പറയുന്ന സ്ത്രീ വിശ്വാസത്തിന്റെ ഒരു പ്രതീകമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് ദെബോറയെ നാം കാണുക. വളരെയധികം വിശ്വാസമുള്ള, ധൈര്യശാലിയായ, ദുർബലമല്ലാത്ത കരങ്ങളുള്ള ഒരു സ്ത്രീയെ കുറിച്ചാണ് ഇവിടെ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുക. 4-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഏഹൂദിന് ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുമ്പിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീന് വിട്ടുകൊടുത്തു. ഹറോഷത്ത് യഹോയിമിൽ വസിച്ചിരുന്ന സിസാര ആയിരുന്നു അവന്റെ സേനാപതി. അവന് 900 ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ ജനത്തെ 20 വർഷം ക്രൂരമായി പീഡിപ്പിച്ചു. ഇതാണ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ഏഹൂദ് എന്ന് പറയുന്ന ന്യായാധിപന് ശേഷം വീണ്ടും ജനം പാപത്തിലേക്ക് പോയി. അവർ പാപത്തിലേക്ക് പോയപ്പോൾ ദൈവം അവരെ കാനാൻ ഭരിച്ചിരുന്ന യാബീൻ എന്ന് പറയുന്ന രാജാവിന്റെ ക്രൂര പീഡനത്തിന് 20 വർഷക്കാലം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവന് വലിയധികം രഥങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവന്റെ സേനാധിപതിയുടെ പേര് സിസേറ എന്നായിരുന്നു. ഈ പേര് നിങ്ങളോട് പറയുന്നതിന് കാരണം, ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോ സിസേറയും യാബീനും ഒക്കെ നമ്മുടെ മുമ്പിൽ കടന്നു വരേണ്ടതാണ്. അതായത് ദെബോറ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ധൈര്യം മൂലം, അവരുടെ പ്രാർത്ഥന മൂലം, അവരുടെ വിശ്വാസം മൂലം ഇസ്രായേൽ മക്കൾക്ക് രക്ഷ കിട്ടുകയാണ്. അപ്പോൾ ഒരു കുടുംബിനിയായ നിന്നെ ഈ കുടുംബത്തിലേക്ക് കർത്താവ് ചേർത്ത് വെച്ചാൽ, കുടുംബത്തിൽ നീ ആയിരിക്കുന്ന സമയത്ത് ദുരിതമാണെങ്കിലും പീഡനമാണെങ്കിലും ദുഃഖമാണെങ്കിലും നീ എന്ന വ്യക്തിയിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ സ്വർഗം നിന്റെ കൂടെ നിൽക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് ന്യായാധിപ ദെബോറയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ ജനം ഇങ്ങനെ 20 വർഷക്കാലം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സമയമാണ്. അങ്ങനെ പീഡനം സഹിക്കവയ്യാതായപ്പോൾ അവർ കർത്താവിനോട് സഹായത്തിനായി നിലവിളിച്ചു. ഇവിടെയാണ് ദെബോറയുടെ ആരംഭം കടന്നത്. ഇവിടെയാണ് ജനം ക്രൂരമർദ്ദനത്തിന് അടിമപ്പെട്ട് കരയുന്നത് ആരോടാ? കർത്താവിനോട്. ഒരു സ്ത്രീ, അവൾക്ക് ഒരു കുടുംബത്തിലെ കല്യാണാലോചന വന്നിരിക്കുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ദൈവം നോക്കുമ്പോ ഈ വ്യക്തി ആ കുടുംബത്തിലേക്ക് വിട്ടാലേ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അതുപോലെയാണ് ഇസ്രായേൽ മക്കൾ ഇത്രമാത്രം പീഡിപ്പിക്കപ്പെടുമ്പോഴാണ് ദെബോറായെ ന്യായാധിപയായി അവിടെ കർത്താവ് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ചേച്ചിയോട് പങ്കുവെച്ചതാ. സിസ്റ്ററെ, കല്യാണം ആലോചിച്ച് വന്ന സമയത്ത് തന്നെ
എനിക്ക് ചേട്ടനെ ഇഷ്ടപ്പെട്ടു, ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. ആലോചനയ്ക്ക് മുറുകി വന്നപ്പോ ഞങ്ങളോട് 3 പേര് വന്ന് പറഞ്ഞു, ആ വീട്ടിൽ ചേട്ടൻ മാനസിക രോഗിയാണ്. പക്ഷെ എന്റെ അപ്പനെ അമ്മയെ ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്കിഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മാറിക്കോളും, പ്രാർത്ഥിച്ച് മാറ്റിയെടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഒരു ധൈര്യം സംഭരിച്ച് ദൈവം അനുവദിച്ചാന്ന് വിചാരിച്ചേ കുടുംബജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചത്. എന്നാൽ കുടുംബജീവിതത്തിലേക്ക് കടന്നു ചെന്ന സമയത്ത് എന്റെ ചേട്ടൻ ഒരു കഴിവുമില്ല. അവിടെ എല്ലാവരും എന്നെ കുത്തി പറയുന്നു, ചേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു, ചേട്ടൻ മരുന്ന് കഴിക്കുന്നുണ്ട്, രോഗം വലിയ ശക്തമൊന്നുമല്ല. അങ്ങനെ എനിക്ക് 3 മക്കളുണ്ടായി. എന്നാൽ ചേട്ടൻ ഒരു 40 വയസ്സാകാറായപ്പോഴേക്കും ചേട്ടൻ കടുത്ത മാനസിക വിഭ്രാന്തിയിൽ അകപ്പെട്ടു. എന്റെ മോന് 18 വയസ്സായ സമയം, അവന് 18 വയസ്സായപ്പോഴേക്കും അവൻ +2 പരീക്ഷ എഴുതാൻ പോകാത്തൊരവസ്ഥ, അവന് വിഷാദ രോഗം പിടിപെട്ട് അവൻ മാനസിക രോഗിയായി. ഇതാ പിന്നെ എന്റെ 2 കുഞ്ഞുങ്ങളാണുള്ളത്. ഒന്ന് 9ൽ പഠിക്കുന്ന എന്റെ കൊച്ചു പെൺകുട്ടിയും പിന്നെ 10ൽ പഠിക്കുന്ന എന്റെ മോനും. അവർക്കും ക്രമേണ ഈ രോഗം കടന്നു വന്നു. എല്ലാവരും എന്നെ നോക്കി പുച്ഛിക്കുകയാണ്. എനിക്ക് പക്ഷേ ഇവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഒരു ചേച്ചി കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞതാ, എനിക്കൊന്ന് കാണണം, എന്നോടൊന്ന് സംസാരിക്ക്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ചേച്ചിയുടെ മുമ്പിൽ ചേച്ചിയുടെ കഥ മുഴുവൻ കേട്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അസാമാന്യമായ ദൈവകൃപയുള്ള ഒരു സ്ത്രീയാണ്. അസാമാന്യമായ ദൈവകൃപയുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ കുടുംബം ഇന്ന് നിലനിൽക്കില്ല. ഇന്ന് വിളിക്കാറുണ്ട്, ആശുപത്രിയിലായിരിക്കുമ്പോഴും വിളിക്കും, എനിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണേ, എനിക്കൊരു ധൈര്യം കിട്ടാൻ. പ്രിയപ്പെട്ടവരെ, 3 മക്കളും ഭർത്താവും ഒരു മാനസിക വിഭ്രാന്തിയിൽ അകപ്പെട്ടിരിക്കുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ഇട്ടിട്ട് പോകും. എന്നാൽ ഈ സ്ത്രീ ഇട്ടിട്ട് പോകാതെ കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്നത് എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, പല കുടുംബങ്ങളിലും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഉള്ളപ്പോ ഈശോ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. നീ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം ഈശോ അറിയാത്തതല്ല. ഇസ്രായേൽ മക്കൾ വളരെയേറെ പീഡനം അനുഭവിക്കുന്ന സമയത്ത് സ്വർഗം അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കും പോലെ ഇതാ ദെബോറയുടെ ഉത്ഭവമാണ്. ഇസ്രായേൽ മക്കൾ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. അന്ന് നിലവിളിച്ചു എന്നെഴുതിയിട്ട് അടുത്ത വചനം എഴുതിയിരിക്കുകയാണ്. അന്ന് ലെപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോറ, അവൾ പ്രവാചികയാണ്. ജനം നിലവിളിക്കുമ്പോ ഭാര്യയായ ലെപ്പിദോത്ത് എന്ന് പറയുന്ന ദെബോറയുടെ ഭർത്താവിന്റെ പേരാണ്. അവന്റെ ഭാര്യയായ ദെബോറ പ്രവാചികയാണ്. അവൾ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത്. അവൾ എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബെതേലിനും ഇടയ്ക്കുള്ള ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക പതിവായിരുന്നു. എല്ലാ ദിവസവും അവൾക്കൊരു പതിവായിരുന്നു ആ ഈന്തപ്പനയുടെ കീഴിൽ പോയിരിക്കും. അപ്പോൾ ഇസ്രായേൽ ജനം വിധിതീർപ്പിന് വേണ്ടി അവളെ സമീപിച്ചിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, ജനം 20 വർഷം പീഡിപ്പിക്കപ്പെടുന്നു. ഈ സമയത്ത് പ്രവാചകിയായ അവൾ ഈന്തപ്പനയുടെ ചോട്ടിലിരുന്ന് ജനത്തിനോട് ന്യായപാലനം നടത്തുന്ന ഒരു സമയമാണ്. ഇവിടെ ഇവൾക്ക് ഇങ്ങനൊരു പതിവുണ്ട്. ഇവൾ ജനത്തിന് വേണ്ടി സംലഭ്യയാകുകയാണ്. തന്റെ ജീവിതത്തിന്റെ കുറച്ച് സമയം മാറ്റിവെക്കുകയാണ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി. ഇവിടെ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു കുടുംബം എന്നല്ല എടുക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഓർക്കണം. ഇവിടെ ഇസ്രായേൽ സമൂഹത്തെയാണ് കർത്താവ് വചനത്തിലൂടെ നമ്മൾ പറയുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയാണ് ഓർക്കേണ്ടത്. ഇവിടെ ഇവൾ ഒരു പ്രവാചികയാണ്. പ്രവാചിക എന്ന് പറയുമ്പോ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ കുടുംബിനിയായ നീ ദൈവ സ്വരം കേട്ട് നിന്റെ ഭർത്താവിനും നിന്റെ മക്കൾക്കും ദൈവ വഴികളും ദൈവ വിചാരങ്ങളും പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തയായ വ്യക്തിയാണ് നീ എന്നാണ് സ്വർഗം ഒരു മാതാവിനോട് അല്ലെ ഒരു കുടുംബിനിയോട് പറയുന്നത് ഈ വചനത്തിലൂടെ. എന്നിട്ട് പറയുകയാണ്, ഇസ്രായേൽ ജനം അവൾ അബീനോബാവിന്റെ മകനായ ബാറക്കിനെ നഫ്താലിയിലെ കേദശിൽ നിന്ന് ആളയച്ചു വരുത്തി പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ നഫ്താലിയുടെയും സെബൂലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 10,000 പേരെ താബോർ മലയിൽ അണിനിരത്തുന്നു. ഇവിടെ വന്ന് ന്യായപാലനം നടത്തുന്ന സമയത്ത് ജനം വിധി തീർപ്പിനോട് അവളുടെ അടുത്ത് വരും. ഈ സമയത്ത് അവൾ പെട്ടെന്ന് വിളിക്കുകയാണ്, ബാറാക്ക് എന്ന് പറയുന്ന മകനെ വിളിക്കുകയാണ്. അവന്റെ അപ്പന്റെ പേരാണ് അബീനോബാവ്. അബീനോബാവിന്റെ മകനായ ബാറാക്ക് ഒരു ചെറുപ്പക്കാരൻ. അവനെ വിളിച്ചു, കാരണം ജനം പീഡനത്തിലാണല്ലോ. അപ്പോൾ ഇവളുടെ മനസ്സിലുണ്ട്, ഈ വലിയ യാബീർ രാജാവിന്റെ പീഡനത്തിൽ ജനത്തെ രക്ഷിക്കണം, അത് തന്റെ ദൗത്യമാണ്, സ്വർഗം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ എന്ത് ചെയ്യുകയാണ്,
ആ ദേശത്തെ ഒരുവന് ഉപദേശം കൊടുക്കുകയാണ്, അവർ വിളിച്ചു വരുത്തുകയാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നതാണ്, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, ഭാരങ്ങൾ കടന്നു വരുമ്പോ പ്രാർത്ഥിച്ചുകൊണ്ട് ശരിയായ ഉപദേശങ്ങൾ ഒരമ്മയ്ക്ക് മകന് കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ തന്റെ ഭർത്താവിനോട് തന്റെ വിചാരങ്ങൾ, ദൈവവിചാരങ്ങൾ പങ്കുവെച്ച് ഒരുമിച്ച് തീരുമാനമെടുക്കാൻ പറ്റണം. അവിടെ പ്രാർത്ഥന വേണം പ്രിയപ്പെട്ടവരെ. പ്രവാചികയാകണം. ഓരോ കുടുംബിനെയും പ്രവാചികയായി മാറിയാൽ അവൾ പറയുന്ന വാക്കുകൾക്ക് ആജ്ഞാശക്തിയുണ്ട്. അവൾ പറയുന്ന വാക്കുകൾ അനുഗ്രഹമായി മാറും, അനുഗ്രഹ കൃപയുള്ളതായി മാറും പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മളിവിടെ കാണുകയാണ്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ഈ ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലം, പ്രവാചകയാകുമാകുന്ന പ്രാർത്ഥനാ പശ്ചാത്തലം വേണം നമുക്ക്. അതോടൊപ്പം അവൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം മാറിയിരുന്നല്ല, ലെപ്പിദോത്തിന്റെ ഭാര്യയായിരുന്നു വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചിന്തിക്കുവോ, പ്രാർത്ഥിക്കാൻ സമയം എനിക്ക് കിട്ടുന്നില്ല. അതല്ല, ജീവിതത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. എനിക്കറിയാം, ഒരമ്മ അതിരാവിലെ എഴുന്നേൽക്കണം, 3 മണിക്ക് എഴുന്നേൽക്കണം. എഴുന്നേറ്റിരുന്ന് അമ്മ കഞ്ഞി ചോറും കറിയും ഉണ്ടാക്കണം, ഭർത്താവിന് കാര്യങ്ങൾ കൊടുക്കണം, മക്കൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അമ്മയ്ക്ക് പകല് പ്രാർത്ഥിക്കാൻ സമയമില്ല. അപ്പൊ അമ്മയ്ക്ക് ജോലിയുണ്ട്. 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് അമ്മ പ്രാർത്ഥിക്കും, ഒപ്പം തന്റെ ജോലികൾ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരമ്മ എത്രമാത്രം പ്രാർത്ഥിക്കാമോ അത്രമാത്രം അവൾ പ്രാർത്ഥിച്ചാൽ അവളുടെ ജീവിതത്തിൽ കർത്താവിന്റെ വലിയ കൃപകൾ അവൾക്ക് കാണാൻ പറ്റും. ഈ ആളുകളിൽ എത്രയോ ആളുകളുമായി പരിചയപ്പെടുകയാണ്. ഓരോ സ്ത്രീയും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഒരുപാട്. പ്രിയപ്പെട്ടവരെ, ഒരു മാതാവ് ഒരു കുടുംബിനെ അവളുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ അവൾ സമർപ്പിച്ചങ്ങ് പ്രാർത്ഥിക്കുമ്പോ അവിടെ വലിയ കൃപയുണ്ട്, അവിടെ വലിയ അനുഗ്രഹമുണ്ട്. നമ്മുടെ കണ്ണുനീര് കാണാതിരിക്കാൻ കർത്താവിന് പറ്റില്ല. അപ്പോൾ ഇവിടെ ഒത്തിരി വലിയ നേതാക്കന്മാരൊക്കെ ഇസ്രായേലിലുണ്ട്. എന്നാൽ ദൈവം ഇതാ ദെബോറയ്ക്ക് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. അവളെ തെരഞ്ഞെടുക്കണമെങ്കിൽ അവൾക്ക് പ്രത്യേകതയുണ്ട്. അവൾ പ്രാർത്ഥിക്കുന്നവളാണ്, അവൾക്ക് അഗാധമായ വിശ്വാസമുണ്ട്. അവിടെ പറയുകയാണ്, ബാരാക്കിനോട് പറഞ്ഞു, ഇസ്രായേലിലെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കും. ദൈവവചനം പറഞ്ഞു കൊടുക്കുകയാണ്, ദൈവദൂത് പറഞ്ഞു കൊടുക്കുകയാണ്, നീ നഫ്താലിയുടെയും സെബുലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 10,000 പേരെ താബോർ മലയിൽ അണിനിരത്തുക. അപ്പോൾ ജനങ്ങളുടെ അടുത്ത് വന്ന് മിക്കവാറും പറഞ്ഞിട്ടുണ്ടാകും ഈ പീഡനത്തെക്കുറിച്ചും സങ്കടത്തെക്കുറിച്ചും. അപ്പോൾ അവള് കർത്താവിനോട് ആലോചന ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കള് ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും, ഭർത്താവ് ബിസിനസിന്റെ സങ്കടങ്ങളും ജോലി ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുമ്പോ അമ്മ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചാലോചിക്കണം, തീരുമാനിക്കണം. പ്രാർത്ഥനയിൽ ഒരു തീരുമാനമെടുത്തിട്ട് അവരോട് പങ്കുവെച്ചാൽ അതനുസരിക്കാൻ അവർക്ക് പറ്റും. അതാണ് ഇവിടെ കാണുക. അവള് പറഞ്ഞു, നീ പോയി ഇത്രയും 10,000 പേരെ വെച്ച് താബോർ മലയിൽ അണിനിരത്തുക. രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബീന്റെ സേനാപതി സിസേറ കിഷോർ നദിയുടെ സമീപത്ത് വെച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും. കർത്താവിന്റെ വചനമാണ് പറയുക. യാബീൻ രാജാവിനെ കീഴ്പ്പെടുത്താൻ സ്വർഗം തീരുമാനിച്ചു. മതി ഈ പീഡനം അവസാനിപ്പിക്കണം. അപ്പോൾ 20 വർഷമായി അനുഭവിക്കുന്ന പീഡനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് സ്വർഗം ഇതാ അവസരം കൊടുക്കുകയാണ് അവർക്ക്. ബാറാക്കിനോട് പറഞ്ഞു, നീ 10,000 പേരെ വെച്ച് ഈ മലയിൽ അണിനിരത്തിക്കൂ. ഇതാ യാബീന്റെ സേനാപതിയുടെ പേരാണ് സിസേറ. സിസേറ അവിടെ താഴ്വരയിൽ നദീതീരത്ത് വെച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും. ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇത് പറഞ്ഞത് ആരാ? ദൈവദൂത് ദെബേറ ഇതാ ബാറാക്കിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുപോലെ ദൈവദൂതുകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരമ്മയായി ഓരോ സ്ത്രീയും മാറണം പ്രിയപ്പെട്ടവരെ. പ്രശ്നങ്ങളുണ്ട്, ചുറ്റോട് ചുറ്റും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഏറെ എന്നെയും നിങ്ങളെയും കടന്നു വരുന്നു, തൊടുന്നു. അവിടെയൊക്കെ തളരാതെ ദുർബലമാകാത്ത കരങ്ങളോടെ നിന്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന വിശ്വാസത്തോടെ കണ്ണുകൾ ഉയർത്തി നീ പ്രാർത്ഥിച്ചാൽ, പ്രിയപ്പെട്ട മക്കളെ, നീ കർത്താവിന്റെ വചസ്സുകളും ദൂതുകളും കുടുംബത്തിലേക്ക് പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയായി മാറുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. ഇതാ കർത്താവിന്റെ ദൂത് പറഞ്ഞു കഴിഞ്ഞപ്പോ ബാറാക്ക് അവൻ പറയുകയാണ്, അവളോട് പറഞ്ഞു, നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല. കാരണം അവന് ഭയം വന്നു. ഉടനെ അവൾ അവരെ ധൈര്യപ്പെടുത്തി ഒറ്റയ്ക്ക് പറഞ്ഞയക്കുകയല്ല, കൂടെ നിന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു കുടുംബിനി ദൈവദൂത് പങ്കുവയ്ക്കുന്നവളാകണം,
പ്രാർത്ഥിക്കുന്നവളാകണം. അവൾ കർത്താവിന്റെ കൂടെ നിന്ന് കുടുംബത്തിന് വേണ്ടി നിരന്തരം യുദ്ധം ചെയ്യുന്നവളാകണം. അപ്പോൾ ഈ മൂന്നാമത്തെ കാര്യം എന്താ? കൂടെ നടക്കണം. കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിനക്ക് വേണ്ടി നിന്റെ കൂടെ നിൽക്കുന്ന, അവരുടെ കൂടെ നടക്കാൻ, കൂടെ തുഴയാൻ ഒരമ്മ തയ്യാറായാൽ അവൾ അത്ഭുതങ്ങൾ കാണും. ബാറാക്ക് പറഞ്ഞു, ഞാൻ പോകാം, പക്ഷേ എന്റെ കൂടെ നീ വരണം. നിന്റെ മകൻ, നിന്റെ മകള് പരീക്ഷ എഴുതാൻ പോവുകയാണ്, ഭയമാണ്. അമ്മേ, എനിക്ക് പേടിയാമ്മേ, ഈ ഇന്റർവ്യൂ കിട്ടുവോ? ഈ പരീക്ഷ ഞാൻ പാസ്സാവോ? ഈ ഹസ്ബൻഡ് പറയാണ്, ഇന്ന് ജോബ് ഇന്റർവ്യൂ ഉണ്ട്, കിട്ടുവോ? നമ്മൾക്ക് ഈ ലോൺ പാസ്സാവോ? ഉടനെ എന്ത് പറയണം? സാരിയോട് തിറങ്ങി ഞാൻ കൂടെ വരാം എന്നല്ല പറയേണ്ടത്, മറിച്ച് എന്ത് പറയണം? നിങ്ങൾ പൊയ്ക്കോ, ഞാൻ കൂടെ വരും. എങ്ങനെയാ? പ്രാർത്ഥനയിലൂടെ കൂടെ പോകാൻ ഒരമ്മയ്ക്ക് ഇന്ന് സാധിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പല യുവജനങ്ങളും നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കുറെ അധികമെങ്കിലും നമുക്ക് പറയാൻ പറ്റും, പ്രാർത്ഥനയുള്ള അമ്മ അവന്റെ പിന്നിലില്ലായിരുന്നു. പ്രാർത്ഥനയുള്ള അമ്മ അവന്റെ പിന്നിലില്ല. പലപ്പോഴും അമ്മമാർക്ക് പ്രാർത്ഥന കുറഞ്ഞു പോകുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ മക്കളാ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി പ്രാർത്ഥിക്ക്, ചേച്ചിക്ക് അത് പറ്റില്ല, ഇത് മതി, കല്യാണം വേണ്ടെന്ന് വെച്ചേക്കാം, 18 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നിർത്താം, പറ്റിയല്ല ചേട്ടന്റെ കൂടെ ജീവിക്കാൻ. എത്രയോ മക്കളാ ഇങ്ങനെ പറയുക. പ്രിയപ്പെട്ടവർ, എവിടെയാ പ്രാർത്ഥനയുള്ളത്? എവിടെയാ പ്രാർത്ഥന? പ്രാർത്ഥനയുള്ള ഒരു അമ്മയ്ക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. കാരണം കുരിശിന്റെ ചുവട്ടിൽ പ്രാർത്ഥനയോടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച, ദൈവവിചാരത്തോടെ വ്യാപരിച്ച പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകളായി ഓരോ മാതാക്കളും മാറിയാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവിടെ ദൈവകൃപ നിറയുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ബാറക്കിന്റെ കൂടെ പോകാൻ, കൂടെ നടക്കാൻ ധൈര്യം കാണിച്ച ദെബേറ. പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് കണ്ണുകളടച്ച് നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും കർത്താവിന്റെ മുൻപിൽ നിൽക്കാൻ, കർത്താവിന്റെ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ, പ്രശ്നങ്ങളിൽ അവരോടൊപ്പം യാത്ര ചെയ്യാൻ ധൈര്യം പകരുന്ന ഒരമ്മയാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചേ കർത്താവിന്റെ സന്നിധിയിൽ. കർത്താവേ, എനിക്ക് കൃപ തരണം കർത്താവേ, ഈ ദിവസം എനിക്ക് വലിയ ബലം തരണം കർത്താവേ, നിന്റെ കരുതലും സ്നേഹവും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാണ് കർത്താവെ. കരുണ കാണിക്കണം കർത്താവെ, ബലം പകരണം കർത്താവെ, പ്രത്യാശ കൊടുക്കണം കർത്താവെ. നിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ അമ്മമാരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം കാണുന്ന വിശുദ്ധിയുള്ള പ്രകീർത്തനും പ്രഖ്യാപിതരുമായ അമ്മമാരാക്കി ഇവരെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദെബേറ ബാറാക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, താബോർ മലയിൽ 10,000 വീതം അണിനിരത്തി നീ പോകണം. ഉടനെ അവൻ പറഞ്ഞു, ഞാൻ പോകാം, പക്ഷെ നീ എന്റെ കൂടെ വരണം. പ്രിയപ്പെട്ടവരെ, മക്കളോടുകൂടെ, ജീവിത പങ്കാളിയോടുകൂടെ ഒരാത്മീയ യാത്ര നടത്താൻ ഓരോ അമ്മയ്ക്കും ഈ നാളുകളിൽ സാധിക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ കൂടെ ഒരു ആത്മീയ യാത്ര വേണമെന്നാണ് നമ്മ വചനം നമ്മളെ പഠിപ്പിക്കുക. ഉടനെ ഇവള് പറഞ്ഞു, ഞാൻ വരാം. എന്തു പറഞ്ഞാല് ഈ ബാറാക്കിന് ഭയമുണ്ട്, അവൻ പ്രവർത്തിക്കേണ്ടവരുമാണ്. അപ്പോൾ വിശ്വാസത്താൽ പ്രവർത്തിക്കാൻ ദെബേറ ബാറാക്കിന് ധൈര്യം കൊടുത്ത് കൂടെ നിന്നു. അതുപോലെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലും, ജീവിത പങ്കാളിയുടെ ജീവിതത്തിലും, മക്കളുടെ ജീവിതത്തിലുമൊക്കെ വിശ്വാസത്തിന്റെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ, കൂടെ നിൽക്കാൻ ഒരമ്മയ്ക്ക് സാധിക്കണം. വിശ്വാസത്തിന്റെ പ്രവർത്തനമാണ് കുടുംബത്തിൽ ഉയരേണ്ടത്. വിശ്വാസത്തിന്റെ ശൈലിയാണ് മക്കളിൽ വ്യാപരിക്കേണ്ടത്. അങ്ങനെ ഒരു ചിന്ത, ഒരു ശൈലി നമ്മുടെ കുടുംബത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ഇന്ന് ഓരോ അമ്മയ്ക്കും സാധിക്കണം. അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയാകണം, ദുർബലമാകാത്ത കരങ്ങളുള്ള അമ്മയാകണം, പ്രാർത്ഥനയിൽ ദൈവദൂത് സംസാരിക്കുന്ന അമ്മയാകണം,
പ്രവർത്തനങ്ങളിൽ അവരുടെ കൂടെ ആത്മീയ യാത്ര നടത്തുന്ന വിശ്വാസം പകരുന്ന ഒരു അമ്മയായി മാറാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇന്ന് പല ജീവിതങ്ങളിലും മക്കളെ കല്യാണം കഴിച്ചു വിട്ടു, 5 മാസം പോലും ആകും മുമ്പ് ഡിവോഴ്സ് ആവുകയാണ്. സങ്കടം വരും ഓരോന്ന് കേൾക്കുമ്പോ. എന്നിട്ട് അമ്മയും പറയുകയാണ്, മകൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല സിസ്റ്ററെ, അത്രമാത്രം പീഡനമാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അമ്മ സഹിച്ചിട്ടില്ല, അമ്മയ്ക്ക് സഹനത്തിന്റെ വില അറിയത്തില്ല, അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അമ്മയും അപ്പനും എല്ലാം അമ്മ ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അമ്മ മകളോട് സഹിക്കാൻ പറഞ്ഞ മകള് കണ്ടിട്ടില്ലല്ലോ. ചൊടിച്ചൊടിച്ച് പറയുന്ന അമ്മയല്ലേ കണ്ടിരിക്കുന്നേ. പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ച് ക്ഷമിച്ച ഒരമ്മയെ കണ്ടാലല്ലേ മകൾക്ക് അവൾക്ക് എത്തിച്ചെല്ലുന്ന വീട്ടിലും ക്ഷമയോടെ നിൽക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല ജീവിതങ്ങളിലും നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മമാര് മക്കളുടെ തെറ്റിനെ ന്യായീകരിക്കുന്നതും ഒക്കെ കാണുമ്പോ നമുക്ക് തോന്നും ഇത് എവിടെയൊക്കെയോ പ്രാർത്ഥനയില്ലാത്തതിന്റെ കുറവാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ ചുവട്ടിൽ നിന്ന് അമ്മയായിരിക്കണം നിങ്ങളുടെ കൺമുമ്പിൽ എപ്പോഴും ധ്യാന വിഷയം. ഇത് എന്നെയും നിങ്ങളെയും സ്വർഗത്തോളം എത്തിക്കുമെന്ന് ഒരു വലിയ വിശ്വാസം ബോധ്യമുണ്ടാവണം. പ്രതിസന്ധിയിലേക്ക് ബാറാക്കിനെ പറഞ്ഞയക്കുമ്പോ കൂടെ പോകുന്ന ലെബാറ, നീ പോകണ്ട, നിനക്ക് അപകടം വരുമെന്നല്ലോ കർത്താവിന്റെ ദൂത് അവൾ കേട്ടു. അതേപടി പറയുക, വിശ്വാസത്താൽ പ്രവർത്തിക്കാൻ ഒരു ധൈര്യം കൊടുത്തു. എന്നിട്ട് വചനം വായിക്കാണ്, 10-ാമത്തെ വചനം. ബാറക് സെബുലൂണിനെയും നഫ്താലിയെയും കേദശിൽ വിളിച്ചുകൂട്ടി 10,000 പടയാളികൾ അവന്റെ പിന്നിൽ അണിനിരന്നു. ദെബോറായും അവന്റെ കൂടെ പോയി. അവൾ കേന്യനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ കോബാബിന്റെ വംശജരായ കേന്യരെ വിട്ടുപോന്ന് കേദശിനടുത്ത് സാനാമിലെ ഓക്കുമരത്തിന് സമീപം പാളയമടിച്ചു. അബിനോവാബിന്റെ മകനായ ബാറക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസേറ കേട്ടു. യാബീന്റെ സൈന്യാധിപനാണ് സിസേറ. ശത്രു കെട്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ പടയൊരുക്കങ്ങൾ നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോ ശത്രു സൈന്യം വെറുതെ ഇരിക്കില്ല. നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാവാതിരിക്കില്ല. പലപ്പോഴും പ്രതിസന്ധികൾ കൂടി നിൽക്കും. പ്രാർത്ഥിക്കുമ്പോ പ്രതിസന്ധി ഇല്ലാതാകുന്ന അർത്ഥമില്ല. പ്രതിസന്ധികൾ കൂടി നിൽക്കുമ്പോ ശത്രു സൈന്യം നീങ്ങുന്നത് ബാറക്ക് കണ്ടു. ഉടനെ പിന്തിരിഞ്ഞോടാൻ ബാറക്കിനെ വേറെ അനുവദിച്ചില്ല. എന്നിട്ട് വചനം വായിക്കുക, 12-ാമത്തെ വചനത്തിൽ പറയുകയാണ്, 13-ാമത്തെ വചനം. അവർ തന്റെ 900 ഇരുമ്പ് രഥങ്ങളും അതോടൊപ്പം ഹറോഷത്ത് ഹഗോയിം മുതൽ ഹിഷോൺ നദി വരെയുള്ള പ്രദേശങ്ങൾ തന്റെ പക്ഷത്തുള്ള എല്ലാവരെയും അവൻ ഒരുമിച്ച് കൂട്ടി. അപ്പൊ ഇവിടെ ഒരു ഒന്നാകലിന്റെ ഒരു അനുഭവമുണ്ട്. അതായത് ദൈവദൂത് കേട്ട് ബാറക്ക് ദെബോറയ്ക്കൊപ്പം യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ആത്മീയ യാത്ര ഭർത്താവിന്റെയും മക്കളുടെ കൂടെ അമ്മ നടത്തുമ്പോ പ്രശ്നങ്ങൾ വീണ്ടും വരും. അപ്പോ ആ ശത്രു സൈന്യം മുന്നേറുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് കൂട്ടണം. അപ്പനും അമ്മയും മക്കളും ഒരുമിക്കണം. ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു വരണം. ഒരുമിക്കണം, ഹൃദയം ഒരുമിക്കണം. ഭർത്താവ് എപ്പോഴും കുറ്റപ്പെടുത്തുന്നതായതുകൊണ്ട് ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഹൃദയം ഒരുമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും എത്ര ദൈവദൂത് പറഞ്ഞാലും അവിടെ കൃപയില്ല. പ്രിയപ്പെട്ടവരെ, ഒരുമിക്കണം, ക്ഷമിക്കണം. ക്ഷമിക്കാൻ പറ്റും നമുക്ക്. കർത്താവിന്റെ കൃപ നിന്നെ ശക്തിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുകയാണ്. അപ്പോൾ അവൻ 14-ാമത്തെ വചനം, ദെബോറ ബാറാക്കിനോട് പറഞ്ഞു, മുന്നേറുക. അപ്പോൾ ഭർത്താവിനോട് മക്കളോടൊക്കെ പറയണം, ഈ പ്രതിസന്ധിയിലും മുന്നോട്ട് പോകണം. നിങ്ങൾ അടുത്ത വചനം ശ്രദ്ധിച്ചോണം. കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത്. നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ. അപ്പോൾ ബാറക് തന്നോട് കൂടെയുള്ള 10,000 പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി. പ്രിയപ്പെട്ട മക്കളെ, പാളയമടിച്ചിരുന്ന് പ്രവർത്തിക്കാനിതാ ബാറക്കിനെ സന്നദ്ധമാക്കുമാറ് ദേവേരുടെ അകത്തു നിന്നൊരു വാക്ക് വന്നു. നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ, മുന്നേറുക. ഒരു ഭാര്യ, ഒരമ്മ, ഒരു കുടുംബിനി മക്കളോടും ജീവിത പങ്കാളിയോടും പറയണം, മുന്നേറുക. പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ട മകനെ, നിന്നെ നയിക്കുന്നത് നിന്റെ കർത്താവല്ലേ. അവനല്ലേ നിന്നെ നയിക്കുന്നത്, അവനാണല്ലോ നിന്റെ കൂടെ വരുന്നത്. നീ ധൈര്യപൂർവം മുന്നോട്ട് പോകണം. അങ്ങനെ ധൈര്യം പകരുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ ഒരു കുടുംബ ജീവിതവും താഴേക്കല്ല, അത് മുന്നോട്ട് ഉയർച്ചയിലേക്ക് യാത്ര ചെയ്യുമെന്നുള്ളത് നിശ്ചയമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീ പങ്കുവച്ചതാണ്, സിസ്റ്ററെ, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എന്റെ ഭർത്താവിന്റെ ജോലി ആംബുലൻസ് ഓടിക്കുക എന്നതായിരുന്നു.
അത് ഒരു ഹോസ്പിറ്റലിന്റെ ആംബുലൻസ് ഞങ്ങൾ സ്വന്തമായിട്ടെടുത്ത് ഞങ്ങൾക്ക് അവർ തന്നു, വാടകയ്ക്കെടുത്ത് ഞങ്ങൾ ഓടിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ചേട്ടനെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് പറഞ്ഞു, ആംബുലൻസ് ഇവിടെ കുറച്ച് പണിയുണ്ട്. അങ്ങനെ ചേട്ടൻ ആംബുലൻസ് നന്നാക്കാനുള്ളതെന്ന് കൊണ്ടയിട്ടു. 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലുകാർ വിളിക്കുന്നില്ല. ഇതല്ലാതെ വേറൊരു മാർഗമില്ല. അവർക്ക് കുറേയധികം കടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കൊച്ചുകുട്ടിയുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട് കൂടെ. ഈ ഭാര്യ നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. 4 ആഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ആംബുലൻസ് നിനക്ക് തരാൻ പറ്റില്ല. കണ്ണുനീരോടെ ഈ ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ട്, ചേട്ടാ നിരാശപ്പെടേണ്ട, നമുക്ക് ലോൺ അടയ്ക്കാനുള്ള പൈസ കർത്താവ് തരും, പ്രാർത്ഥിക്കോ. അങ്ങനെ ഇരിക്കും. ഇതാ മാംഗ്ലൂരിൽ നിന്ന് ഈ ചേട്ടന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇവിടെ വരെ ഒന്ന് വന്നേ, ഇവിടെ ഒരു ആംബുലൻസ് ഉണ്ട് കൊടുക്കാൻ. അപ്പോ ഒരു 3 ലക്ഷം രൂപയോളം അതിന് വരും. 3 ലക്ഷം രൂപ പെട്ടെന്ന് ഉണ്ടാക്കാൻ അവർക്കില്ല. അപ്പോൾ ഇവന്റെ കൂട്ടുകാരൻ 1 ലക്ഷം കൊടുത്തു. ബാങ്കിൽ നിന്ന് ഒരു ലോൺ അപ്ലൈ അനുവദിക്കാമെന്ന് പറഞ്ഞു. ഇതെല്ലാം പിന്നീട് ആരാ പ്രവർത്തിക്കുന്നേ? ഭാര്യ ധൈര്യം പകർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനെ പറഞ്ഞു വിടുമ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. എനിക്ക് രാത്രിയിലൊക്കെ മെസ്സേജ് അയക്കും, സിസ്റ്റർ ചേട്ടൻ പോയേക്കുവാ. അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ആംബുലൻസ് മേടിച്ചുകൊണ്ട് വന്നു. ഇത് മേടിച്ചുകൊണ്ട് വന്ന പോരാ ആംബുലൻസ് അവർക്ക് സ്വന്തമായി. ഉടനെ ഇതാ ഏത് ഹോസ്പിറ്റലുകാരാണോ അവനോട് പറഞ്ഞത് ആംബുലൻസ് വേണ്ടെന്ന് പറഞ്ഞത്, ഇനി ഓടിക്കണമെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ആംബുലൻസ് ഞങ്ങൾ നിനക്ക് തന്നേക്കാൻ തീരുമാനിച്ചു, നീ ഇത് എടുത്തോടാമോ? അതിനും വേണം ഒരു 3 ലക്ഷത്തിന് കൂടുതൽ, 3 ലക്ഷത്തിൽ കൂടുതൽ വേണം. ഭാര്യയായിട്ട് ആലോചിക്കുകയാണ്. ഉടനെ ഇവിടെ പറഞ്ഞു, ചേട്ടാ എടുത്തോ ചേട്ടാ, 2 എണ്ണം ഇരിക്കട്ടെ, നമുക്ക് അതിനുള്ള കർത്താവ് ഈ ആദ്യത്തെ ലോൺ വീട്ടാനുള്ള അവസരം തരും, ഇതിന് ഓട്ടം കിട്ടും. ഓട്ടം ഇഷ്ടം പോലെ. ആദ്യത്തെ ലോൺ അടയ്ക്കാൻ പറ്റുന്നു, 2ാമത്തെ ലോണും കുറേശ്ശെ അടയ്ക്കാൻ തുടങ്ങി. 2 ആംബുലൻസ് ഈശോ കൊടുത്തു അവരുടെ ജീവിതത്തിൽ. ഇതിന് പിന്നിൽ ആരാ പ്രവർത്തിച്ചേ? പ്രാർത്ഥിക്കുന്ന, നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ, മുന്നേറുക. ഓരോ അമ്മമാരും പറയണം, മക്കളോടും ജീവിത പങ്കാളിയോടും പറയണം, നമ്മളെ നയിക്കുന്നത് കർത്താവല്ലേ, ധൈര്യപൂർവം മുന്നേറുക, നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണ്. വാക്കുകൊണ്ട് സിസേറയാണ് അവന്റെ ശത്രു. നമ്മുടെ ശത്രു ഏതാണോ അതിനോട് ഒന്നായി നിന്ന് പ്രാർത്ഥിച്ചു പൊരുതിയാൽ അവരൊക്കെ നമ്മുടെ കാൽ കീഴിലേക്ക് കർത്താവ് കൊണ്ടുവരും. ആരും നമ്മുടെ കുടുംബത്തെ തകർക്കില്ല മക്കളെ, തകരാൻ അനുവദിക്കില്ല. കാരണം പ്രാർത്ഥിക്കുന്ന അമ്മയുണ്ട് ആ കുടുംബത്തില്. എങ്ങനെ തകരും? തകരാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും അവിടെ പ്രാർത്ഥിക്കുന്ന അമ്മയില്ലെങ്കിൽ കാലങ്ങൾ തെളിയിച്ചു തരും ആ കുടുംബത്തിന്റെ അസ്ഥിവാരം പോലും ഇടകിപ്പോയിരിക്കുന്നത്. ധൈര്യപൂർവ്വം പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ, ദുർബലമാകാത്ത കരങ്ങളുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ നിശ്ചയമാണ് ആ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇനി 15ാമത്തെ വചനം ഇവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഒരുമിച്ച് മുന്നേറാൻ പറഞ്ഞ് ധൈര്യം കൊടുത്ത അതേ സമയത്ത് വചനം എഴുതി വെച്ചിരിക്കുകയാണ്, കർത്താവ്. ഒരു മുന്നേറാൻ കാലെടുത്ത് വെച്ചു, അവര് പ്രവർത്തിച്ചിട്ടില്ല, മുന്നേറാൻ പറഞ്ഞു, യാത്ര തുടങ്ങിയില്ല പ്രവർത്തിക്കാൻ. അപ്പോഴിതാ കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിന്റെ മുമ്പിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചു. സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു. ബാറക് രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോഷത്ത് ഹഗോയിം വരെ അനുധാവനം ചെയ്തു. സിസേറയുടെ സൈന്യം മുഴുവൻ വാൾനിരയായി, ഒരുവൻ പോലും അവശേഷിച്ചില്ല. പ്രിയപ്പെട്ട മക്കളെ, ദെബേറ പറഞ്ഞില്ലേ, മുന്നേറുക, കർത്താവ് നിന്റെ കൂടെയുണ്ട്, നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ എന്ന് അവൾ അവനോട് പറഞ്ഞ നിമിഷം അവരുടെ മുമ്പിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. ഇന്നൊരു ഭാര്യ അപ്പനോടും മക്കളോടും പറയുക, നമ്മുടെ കൂടെ കർത്താവുണ്ട്, സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ മേലുണ്ട്, നമ്മൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല എന്ന് സഭാനിയ 3:17 വചനം പറഞ്ഞെങ്കിൽ ആ കർത്താവ് എന്നോടും നിങ്ങളോടും പറയുകയാണ്, ധൈര്യപൂർവ്വം മുന്നേറുക എന്ന്. ഒരമ്മ, ഒരു സ്ത്രീ, ഒരു ദെബേറ പറഞ്ഞപ്പോ ഇവിടെ മധ്യത്തിലേക്കിതാ കർത്താവ് ഇറങ്ങി വന്നിട്ട് കൺമുമ്പിൽ അവൻ കാണിച്ചു കൊടുത്തു. ബാറക്കിന്റെ കൺമുമ്പിൽ വെച്ച് അവൻ എഴുതിയിരിക്കുകയാണ്, കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും ഒന്നടങ്കം ബാറക്കിന്റെ കൺമുമ്പിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചു. സിസേറ രഥത്തിലിറങ്ങി പലായനം ചെയ്തു. അവന്റെ സൈന്യത്തിൽ ഒരുവൻ പോലും അവശേഷിക്കാത്ത വിധത്തിൽ ശത്രുവിനെ പരാജയപ്പെടുത്തി കർത്താവിന്റെ ഒപ്പം വിജയം ഭരിക്കുന്ന ഒരു ബാറക്കിനെ ദെബേറയുടെ വലിയ വിശ്വാസം നമുക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മാതാക്കളെ, ഓരോ മാതാക്കളും
കർത്താവിനുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ നിശ്ചയമായും ഈശോ നിന്റെ ജീവിതത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യും. നിന്റെ കൺമുമ്പിൽ നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈശോയെ നിനക്ക് കാണണോ? നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകണം. ദുർബലമായ കരങ്ങളല്ലാതെ കരുത്തുറ്റ കരങ്ങളോടെ പ്രാർത്ഥിക്കുന്ന അമ്മയാണെങ്കിൽ ദൈവദൂത് അറിയിക്കും ഒരു പ്രവാചകിയായി കുടുംബത്തിൽ വ്യാപരിക്കാൻ, ക്ഷമിച്ചും സ്നേഹിച്ചും കൂടെ ഒന്നടങ്കം ഒരുമിച്ച് യാത്ര ചെയ്യാൻ നിനക്ക് പറ്റിയാൽ ഇത് സാധിക്കുമെന്ന് കർത്താവിന്റെ വചനം നമ്മോട് പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് കർത്താവ് ചെയ്ത ദെബോറയുടെ വാക്കുകേട്ട് പ്രവർത്തിച്ച ബാറാക്കിന്റെ കൺമുമ്പിൽ കർത്താവ് ചെയ്ത ഒന്നാമത്തെ അനുഗ്രഹം. ഇനി യാബീൻ രാജാവിന്റെ സൈന്യാധിപനാണ് സിസേറ. സിസേറയുടെ എല്ലാ വ്യക്തികളെയും അല്ലെങ്കിൽ എല്ലാ രഥങ്ങളെയും പടയാളികളെല്ലാം തകർത്തു. ഇനി കിടക്കുകയാണ് പ്രധാന ശത്രു സിസേറ. പിന്നെ ആരാണ്? യാബീൻ. രണ്ടുപേരും ഇവരുടെ ശത്രുക്കളാണ്. ഇസ്രായേൽ മക്കളെ 20 വർഷം പീഡിപ്പിച്ച രാജാവും സേനാധിപനുമാണ്. അപ്പോൾ ഈ ശത്രുവിനെ തകർക്കാൻ വേണ്ടി വീണ്ടും ഇത് നമ്മൾ കാണുകയാണ്. സിസേറ കേന്യനായ ഹേബറിന്റെ ഭാര്യ ജായേലിന്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചു. മറ്റൊരു സ്ത്രീയെ നമ്മളിവിടെ കാണുകയാണ്, ജായേൽ. അവളും ഒരു ഭാര്യ. അവളുടെ കൂടാരത്തിൽ സിസേറ രാജാവ് അഭയം പ്രാപിച്ചു. അക്കാലത്ത് ഹാസോ രാജാവായ യാബീൻ കേന്യനായ ഹേബറിന്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു. അപ്പോൾ യാബീൻ രാജാവിന്റെ സൗഹൃദത്തിലാണ് ഹേബർ കുടുംബം. ഹേബറിന്റെ ഭാര്യയാണ് ജാസേൽ. അവളുടെ കുടുംബത്തിലാണ് ഈ സിസേറ ചെന്നുപെട്ടത്. അപ്പോൾ ജായേൽ ഭയങ്കര കാര്യത്തോടെ സിസേറയെ സ്വീകരിച്ചു. അവളോട് അവന് ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു. നിങ്ങളത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, വായിച്ചു നോക്കുക. ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു. അകത്തെ കൂട്ടിക്കൊണ്ടുപോയി കമ്പിളി പുതപ്പിച്ചു. അവന് കുടിക്കാൻ കൊടുത്തു. കരിമ്പടം കൊണ്ട് അവനെ മൂടി. എനിക്ക് ദാഹിക്കുന്നവൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് വെള്ളം അവന് കൊടുത്തു, പാല് കൊടുത്തു. ഭയങ്കര സുഭിക്ഷമായ സ്വീകരണങ്ങൾ അവൾ നടത്തി. എന്നിട്ടോ അവൻ അവളോട് പറഞ്ഞു, കൂടാരവാദത്ത് നിന്നോണം, ആരെങ്കിലും ശത്രുക്കൾ എന്നെ അന്വേഷിച്ചു വന്നാൽ എന്തു ചെയ്യും? എന്നാൽ ഈ ജായേൽ എന്ന് പറയുന്ന സ്ത്രീ ഈ സിസേറയെ കമ്പിളി പുതപ്പിച്ചിട്ട് മരയാണിയും ചുറ്റികയും എടുത്തുകൊണ്ട് അവന്റെ അടുത്ത് എന്ന് ഉറങ്ങിക്കിടക്കുന്ന, അവൻ ക്ഷീണം കൊണ്ട് യുദ്ധം ചെയ്ത് ക്ഷീണിച്ചുറങ്ങിക്കിടക്കുന്ന അവന്റെ നെറ്റിയിലേക്ക് ആണി അടിച്ച് കയറ്റി. ചെന്നിയിൽ ആണി തറച്ചു. അത് നിലത്തുറങ്ങുവോളം അടിച്ചു കയറ്റി. അങ്ങനെ അവൻ മരിച്ചു. പ്രിയപ്പെട്ടവരെ, ബാറാക്ക് സിസേറയെ പിന്തുടർന്ന് വന്നപ്പോൾ ജായേൽ അവനെ സ്വീകരിച്ചു. ശരിക്കും യാബീന്റെ കൂട്ടുകാരനായ ഹാബേറിന്റെ ഭവനം എന്ന് പറയുമ്പോ ആരാണ്? ബാറാക്കിന് എതിരാളിയാണ്. ശരിക്കും ബാറാക്ക് എന്ന വ്യക്തിക്ക് ഇസ്രായേൽ ജനത്തിന് എതിരാളിയാകേണ്ടവനാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചേ? എതിരാളിയാകേണ്ട വ്യക്തി ബാറാക്കിനെ സഹായിക്കുകയാണ്. കാരണം എന്താണ്? ബാറാക്കിന്റെ കൂടെ കർത്താവുണ്ട്. ബാറാക്കിന്റെ കൂടെ കർത്താവുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, പലപ്പോഴും നമുക്ക് പല അത്ഭുതങ്ങൾ കാണാൻ പറ്റും. നമുക്കെതിരായിട്ട് നിന്നവര് നമ്മുടെ കൂടെ നിൽക്കുന്ന ചില സാഹചര്യം ഈശോ തന്നെ ആക്കി തീർക്കുകയാണ്. നമുക്ക് വേണ്ടി വാദിക്കാൻ ശത്രുവിനെ എഴുന്നേൽപ്പിക്കുന്ന ഈശോയെ കാണും. എന്റെ നിങ്ങളുടെയും കുടുംബത്തില് ചില സാഹചര്യങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. പലരും തള്ളിക്കളഞ്ഞും മാറ്റി നിർത്തിയും ഒക്കെ പോകുമ്പോഴും ശത്രു തന്നെ നമുക്ക് വേണ്ടി വാദിക്കുന്ന ചില സാഹചര്യങ്ങൾ ഈശോ നമ്മുടെ മുമ്പിൽ കാണിക്കുകയാണ്. അതാണ് ഇവിടെ കാണുക. ജായേൽ അവനെ സ്വീകരിച്ചു. നീ അന്വേഷിക്കുന്ന മനുഷ്യനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഒന്നും ചോദിച്ചില്ല. പറയുകയാണ്, അന്വേഷിക്കുന്ന മനുഷ്യനെ കാണിച്ചു തരാം. അവനവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു. സിസേറ കണ്ടു. അവന്റെ ചെന്നിയിൽ ആണി തറച്ച് വെച്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേൽ ജനത്തിന് കീഴ്പ്പെടുത്തി. കാനാൻ രാജാവായ യാബീൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. 20 വർഷം പീഡിപ്പിച്ചവൻ ഇതാ ബാറാക്ക് എന്ന വ്യക്തി ദൈവത്തിന്റെ സന്ദേശം ദെബോറയിൽ സ്വീകരിച്ച് യാത്ര പുറപ്പെട്ടപ്പോൾ പിന്നെ അവൻ മരിക്കും വരെ അവനെ പീഡിപ്പിക്കാനുള്ള അധികാരം സ്വർഗം ഇതാ ബാറാക്കിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പ്രിയപ്പെട്ട മക്കളെ, എന്റെയും നിങ്ങളുടെയും കുടുംബം ഇന്ന് തകർച്ചയിലും ബുദ്ധിമുട്ടിലും ഭാരത്തിലും വീണു കിടക്കുകയാണെങ്കിലും കർത്താവ് നിന്റെ കൂടെയില്ലേ? ധൈര്യമായി മുന്നേറുക എന്ന് ദെബോറ നമ്മോട് പറയുകയാണ്. മുന്നേറിയാൽ ശത്രുക്കൾ നിന്റെ മുമ്പിൽ കീഴടങ്ങും. നിന്റെ തകർച്ചയിൽ നിന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഞാൻ ആദ്യം പറഞ്ഞ വചനമാണ്. അവൻ തന്റെ സ്നേഹത്തിൽ നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. 20 വർഷക്കാലം പീഡിപ്പിക്കപ്പെട്ട ഇസ്രായേൽ മക്കളെ പുനഃപ്രതിഷ്ഠിക്കുന്ന സ്വർഗത്തിന്റെ ശക്തിയാണ് നാം ഇവിടെ കാണുക. ആ യാബീനെ പീഡിപ്പിക്കാൻ മാത്രം കൃപ കൊടുത്തു ഇസ്രായേൽ ജനത്തിന്. എങ്ങനെയെങ്കിൽ ഇന്ന് ഓരോ കുടുംബത്തിലും ദെബോറയെപ്പോലെ ഒരു അമ്മയുണ്ടെങ്കിൽ, ഒരു ഭാര്യയുണ്ടെങ്കിൽ
നിന്റെ കുടുംബത്തിലെ ബാറാക്കിനെ പോലുള്ള നിന്റെ മക്കളും നിന്റെ ഭർത്താവും ഭയപ്പെട്ടു പുറകോട്ടു പോവില്ല. നിന്റെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബത്തിൽ കൃപ ചൊരിയപ്പെടും. ആ വലിയ കൃപ എന്നെയും നിങ്ങളെയും ദെബേറയുടെ കീർത്തനം പോലെ ഒരു കീർത്തനം പാടാൻ സ്വർഗം അവസരമൊരുക്കി തരും. അതാണ് ന്യായങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ദെബേറയുടെ കീർത്തനം എന്ന് എഴുതി വെച്ചിരിക്കുക. ദെബേറയുടെ കീർത്തനം വലിയൊരു കീർത്തനമാണ്. ഏകദേശം 31 വചനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കീർത്തനം, ദൈവസ്തുതി. വിശുദ്ധഗ്രന്ഥത്തില് 4 വ്യക്തികളുടെ കീർത്തനം നമ്മൾ കാണാം. ഹന്ന, പരിശുദ്ധ അമ്മയുടെ കീർത്തനം, യൂദിത്തിന്റെ കീർത്തനം, ദെബേറയുടെ കീർത്തനം. അപ്പോ ഈ പരിശുദ്ധ അമ്മയുടെ കീർത്തനവും ഹന്നായുടെ കീർത്തനവും എല്ലാം ഏകദേശം ഒരുപോലെ വരും. യൂദിത്തിന്റെ കീർത്തനമുണ്ട്, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വാഴ്ത്തിപ്പാടുന്ന കീർത്തനം. മറ്റൊരു കീർത്തനമാണ് ദെബേറയുടെ കീർത്തനം. പ്രിയപ്പെട്ട മക്കളെ, ഈ ദെബേറയുടെ കീർത്തനത്തിൽ നമ്മൾ കടന്ന് ഒത്തിരി എല്ലാം വായിക്കാനായിട്ട് സമയമില്ല. വലിയ വലിയ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ 31-ാമത്തെ വചനമാണ് ഏറ്റവും അവസാനത്തെ കീർത്തനത്തിലെ ഏറ്റവും അവസാനത്തെ വചനമാണ് നിങ്ങളോട് പറയുക. കർത്താവ് നിന്റെ ശത്രുക്കളെ, കർത്താവെ നിന്റെ ഒരു പ്രാർത്ഥനയാണ്, കർത്താവെ നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു, എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയ സൂര്യനെ പോലെ ആകട്ടെ. ശ്രദ്ധിക്കണം ഈ വചനം. കർത്താവെ നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു, എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയ സൂര്യനെ പോലെ ആകട്ടെ. തുടർന്ന് 40 വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു. 20 വർഷം പീഡിപ്പിക്കപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് നിന്ദനത്തിനും പീഡനത്തിനും പകരമായി ദെബേറയിലൂടെ ദൈവം പ്രവർത്തിച്ചപ്പോൾ 40 വർഷക്കാലം ശാന്തി കൊടുത്തു. അവൾ പറയുകയാണ്, നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയ സൂര്യനാകട്ടെ. ദുർബലമാകാത്ത കരങ്ങളെ പോലെ പ്രക്ഷോഭിച്ചു നിൽക്കുന്ന ശക്തിയിൽ ഉദയ സൂര്യനായി എന്റെയും നിങ്ങളുടെയും കുടുംബം മാറണോ? അങ്ങനെയെങ്കിൽ ഓരോ അമ്മയും പ്രാർത്ഥിക്കുന്ന അമ്മയാകണം. ഓരോ അമ്മയും കർത്താവിന്റെ ദൂത് ശ്രവിക്കുന്ന അമ്മയാകണം. ഓരോ അമ്മയും ഐക്യപ്പെടുത്തുന്ന അമ്മയാകണം. കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്ന അമ്മയാകണം. ഓരോ അമ്മയും മക്കളെയും ഭർത്താവിനെയും ദൈവപ്രവൃത്തി കാണിച്ചു കൊടുക്കുമാറ് കൂടെ നിന്ന് വിശ്വാസം കൊണ്ട് ധൈര്യം പകരുന്ന അമ്മയായി മാറിയാൽ, പ്രിയപ്പെട്ട മാതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് കൃപയുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട്. അതാണ് ദെബേറയുടെ പുസ്തകം, ദെബേറയുടെ ജീവിതം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ദെബേറ എന്ന ആ വ്യക്തിയുടെ ജീവിതം നമ്മൾ കാണുമ്പോൾ വലിയ ഒരു വിശ്വാസമാണ് നമുക്ക് അവൾ കാണാൻ പറ്റുക. അതുപോലെ തന്നെ വലിയൊരു നേതൃത്വം. കാരണം അവൾ പറഞ്ഞു, കർത്താവ് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. ധൈര്യമായി മുന്നേറുക, കർത്താവില്ലേ നിന്റെ കൂടെ എന്ന് പറഞ്ഞപ്പോ അവിടെ ആരാ പ്രത്യക്ഷപ്പെട്ടത്? കർത്താവ്. എന്ന് പറഞ്ഞാൽ അഗാധമായ വിശ്വാസമാണ്. പറയുന്ന വാക്കുകളിൽ ദൈവം കൂടെ നിൽപ്പുണ്ടെങ്കിൽ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉള്ള അത്രമാത്രം ദൈവത്തിന് അർപ്പിച്ചവളാണ് ദെബേറ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാക്കളെ, നിന്റെ ഉള്ള് ദൈവത്തിന് അർപ്പിക്കണം. ദൈവത്തിന് അർപ്പിച്ചാൽ നിനക്ക് ദൈവം കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയില്ലേ? സിയോൻ പുത്രി ആനന്ദിച്ചാഹ്ലാദിക്കുക. അതെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ വലിയ വിശ്വാസം ഒപ്പം വലിയ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് ദെബേറ. അപ്പോൾ ഓരോ മാതാക്കൾക്കും പറ്റണം തന്റെ കുടുംബത്തിൽ ആത്മീയ നേതൃത്വം കൊടുക്കാൻ. എന്ന് കരുതി നാളെ ഭർത്താവിന്റെ തലയിൽ കയറുക എന്നല്ലർത്ഥം. ആത്മീയ നേതൃത്വം. ഇവിടെ യുദ്ധം ചെയ്തില്ലല്ലോ, അവൾ കൂടെ നിന്നതല്ലേ ഉള്ളൂ. ആത്മീയ നേതൃത്വം, ആത്മീയ കരുത്തുള്ള ഒരമ്മയാകണം ഓരോ മാതാക്കളും. ആത്മീയ നേതൃത്വം. ഒപ്പം എന്ത് ചെയ്തു? അവൾ തന്റെ ജീവിതത്തിന്റെ കുറച്ചു സമയമാണ് ഇസ്രായേൽ മക്കൾക്കിടയിൽ ന്യായപാലനം ചെയ്യാൻ നീക്കിവെച്ചത്. അപ്പോൾ ഒരു മൂന്നാമതൊരു കാര്യം പറയുകയാണ്, അവൾ വലിയ വിശ്വാസമുള്ള വ്യക്തിയാണ്, നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്, കൂടെ നിന്ന് ആത്മീയ നേതൃത്വം. ഒപ്പം എന്താ? തന്റെ ജീവിതത്തിന്റെ കുറച്ചു സമയം ദൈവ വേലയ്ക്കായി അവൾ മാറ്റിവെച്ചു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരമ്മ തന്റെ ജീവിതത്തിന്റെ കുറച്ചു സമയം ദൈവ വേലയ്ക്കായി മാറ്റിവെക്കണം. അതിശ പറയാം, ദൈവ വേലയ്ക്കായി. വിശ്വാസം നഷ്ടപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് വിശ്വാസം പകരാൻ സ്വർഗം തെരഞ്ഞെടുത്ത ഒരു സ്ത്രീയാണ് ദെബേറയെങ്കിൽ അവൾ പാടിയ പോലെ നിന്റെ കുടുംബത്തിൽ കൺമുമ്പിൽ നിൽക്കുന്ന ദൈവ പ്രവൃത്തികൾ കണ്ട് പാടാൻ ഒരു കീർത്തനമുണ്ടോ നിനക്ക്? ഒരു കീർത്തനം പാടാൻ നിനക്ക് പറ്റുമോ? അങ്ങനെ ഒരു കീർത്തനം പാടാൻ സ്വർഗം നിന്നെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ.
അതാണ് കർത്താവിന്റെ വലിയ സ്നേഹം, കർത്താവിന്റെ കൃപ അതാണ്. അപ്പോൾ തിന്മയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു അനുഭവം, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാൻ നിനക്ക് പറ്റും, നിന്റെ കുടുംബത്തിന് പറ്റും, നിന്റെ മാതാക്കൾക്ക് പറ്റും, നിന്റെ മക്കൾക്ക് പറ്റും. അങ്ങനെ തിളങ്ങുന്ന കൃപയുള്ള, വിശുദ്ധിയുള്ള, അനുഗ്രഹിക്കപ്പെട്ട, പ്രാർത്ഥനയുള്ള ഒരു അമ്മയായി മാറാൻ ഈശോ നമ്മളെ വിളിക്കുന്ന ദിവസങ്ങളാണിത്. അതിനുവേണ്ടി ഹൃദയം തുറന്നു കൊടുത്തോണം. ഈശോയെ, എങ്ങനെയാണ് കൃപയുള്ള ഒരമ്മയായി ഞാൻ മാറുക? എങ്ങനെയാണ് എന്റെ ജീവിതം വിശ്വാസത്താൽ ധൈര്യം പ്രാപിച്ച ഒരു അമ്മയായി ഞാൻ മാറേണ്ടത്? ഈശോയോട് ആരാധന ചോദിക്കണം, ആരാധന ചോദിച്ചു പ്രാർത്ഥിക്കണം. ഈ ദെബേറ കണ്ണുകൾ എപ്പോഴും എങ്ങോട്ട് ഉയർത്തി? ദൈവത്തിലേക്ക് ഉയർത്തി. അവള് ശത്രുക്കളിലേക്കല്ല ഉയർത്തി. അതുകൊണ്ടാണ് ബാരാക്കിനോട് പറഞ്ഞത്, ഇതാ നിന്റെ കൂടെ കർത്താവുണ്ട്. കാരണം അവൾ കർത്താവിനെ കണ്ണുകൾ ഉയർത്തിയത് കൊണ്ട് കർത്താവിനെ കണ്ടു. ഒരുപാട് രഥങ്ങളും സൈന്യങ്ങളും അല്ല അവൾ കണ്ടത്. ഇപ്പോൾ ഒരമ്മ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറെയേറെ വരുന്നു, കടക്കണ്ണുകൾ ഏറെയേറെ വരുമ്പോഴും അവൾ കാണേണ്ടത് കർത്താവിനെയാണ്. അപ്പൊ കണ്ണുകൾ കർത്താവിലേക്ക് ഉയർത്തി. എന്നിട്ടോ ദൈവത്തിന്റെ രണ്ടാമത്തെ കാര്യം, കർത്താവിന്റെ വചനം അവൾ പറഞ്ഞു. കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു, ബാരാക്കെ നീ പോവുക. കർത്താവിന്റെ വചനം അവൾ സംസാരിക്കണം. തന്നിലൂടെ കർത്താവിന്റെ വചനം അവൾ സംസാരിച്ചു. പിന്നെ അവൾ കർത്താവിന്റെ വചനം അനുസരിച്ചു. കോൺഫിഡന്റ് കുറവുള്ള ബാറാക്കിന്റെ കൂടെ അവൾ യാത്ര ചെയ്തു. കർത്താവിന്റെ വചനം അനുസരിച്ചു. കർത്താവിന്റെ ദൂതാണ് കിട്ടിയത്, യുദ്ധം ചെയ്യാൻ പോകണം. അവൾ അതേപടി അത് അനുസരിച്ചു. കർത്താവിന്റെ ഗാനം പാടി തന്റെ ജീവിതം അനുഗ്രഹിക്കമാക്കിയതും ഉദയ സൂര്യനെ പോലെ തിളങ്ങുന്നതായി ഇസ്രായേൽ മക്കൾക്ക് ശാന്തിയുടെയും കൃപയുടെയും ദിനങ്ങൾ പകർന്ന ഒരു ദെബേറയെ പോലെ, പ്രിയപ്പെട്ട മാതാക്കളെ, അങ്ങനെ ഒരു ദെബേറയായി മാറാൻ ധൈര്യമുണ്ടോ നിനക്ക്? ആഗ്രഹമുണ്ടോ നിനക്ക്? എങ്കിൽ കൃപ ചോദിച്ചു പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പരിശുദ്ധമായ ആരാധനയിലേക്ക് ഞാൻ നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഈ പരിശുദ്ധമായ ആരാധനയിൽ ഞാൻ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ കൃപയുടെ മണിക്കൂറാക്കി ഇന്നെന്റെ ജീവിതം മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാധിക്കുന്നവരെല്ലാം കണ്ണുകളടച്ച് ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്താൻ പറ്റിയാൽ മുട്ടുകുത്താം, ഇരിക്കുകയാണെങ്കിൽ ഇരിക്കാം. വലിയ ഏകാഗ്രതയോടെ ഈ ആരാധനയിൽ നിനക്ക് വേണ്ടി, നിന്നെ അനുഗ്രഹിക്കാൻ, നിന്റെ മാതൃത്വം കൃപ നിറഞ്ഞതാക്കി മാറ്റാൻ, നിന്റെ കുടുംബം കൃപയുള്ളതാക്കി മാറ്റാൻ സ്വർഗം തരുന്ന ഈ സമയത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് കണ്ണുകളടച്ച കരങ്ങൾ കുട്ടിപ്പിടിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ, നീയല്ലോ ശരീരങ്ങൾ ഉയിർപ്പേകുന്നു, നീ തന്നെ ആത്മാ
പുകഴ്ത്തിയിടുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി നമുക്ക് നോക്കാം. തിരുവോസ്തിയിൽ പ്രഭാപൂരിതനായി യുഗാന്ത്യം വരെ ഞാൻ നിന്റെ കൂടെയുണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് നമ്മുടെ മധ്യത്തില് ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ പരിശുദ്ധമായ ഒരു മനസ്സാക്ഷിയോടെ ആരാധിക്കാനുള്ള കൃപ, അവിടുത്തേക്ക് ഉചിതമായ ആരാധന അർപ്പിക്കാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും എളിയ മനസ്സോടെ ചോദിച്ച് പ്രാർത്ഥിക്കാം. മാതാവിനുദർ നിനക്ക് രൂപം നൽകുന്ന മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്നരുളി ചെയ്തുകൊണ്ട് അനാദികാലം പദ്ധതിക്ക് രൂപമിട്ട് കർത്താവെ ഓരോ വ്യക്തികളെയും രൂപപ്പെടുത്തി അങ്ങേക്ക് ഇഷ്ടമുള്ള കുടുംബങ്ങളിലേക്ക് ഞങ്ങളെ ചേർത്ത് വെച്ച് ഈശോ ഇന്നോളം വഴി നടത്തിയ നിന്റെ അനന്തമായ കരുണയെ കരുതലിനെ ഓർത്ത് ഞങ്ങൾ ഒരു മനസ്സോടെ നിന്നെ ആരാധിക്കുന്നു കർത്താവെ. ഒരു മനസ്സോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഓ ദൈവമേ, ഗോതമ്പോട് നിലത്ത് ഇവൻ അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇഴിക്കും, അഴിയുന്നെങ്കിൽ അത് വളരെ ഫലം പുറപ്പെടുവിക്കുന്നുവെന്ന് അരുളി ചെയ്ത കർത്താവെ, ഓരോ ജീവിതങ്ങളും ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി അഴിഞ്ഞു തീരപ്പെടേണ്ടതിന് അങ്ങ് ഓരോ ജീവിതങ്ങളെയും ഓരോ മണ്ണിലേക്ക് നിലത്തേക്ക് ഇട്ട് കുഴിച്ചിട്ട അവസ്ഥകളുണ്ട്. ഓ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങ് നട്ടുവെച്ച ഈ കുടുംബമാകുന്ന നിലത്ത് അങ്ങ് നട്ടുവെച്ചതോർത്ത്, ഈ കുടുംബത്തിലേക്ക് നീ ചേർത്ത് പിടിച്ചതോർത്ത്, ഈ കുടുംബത്തില് മാതാവായി മാറുവാൻ അനുവദിച്ചതോർത്ത് നന്ദി പറയുന്നത് നമുക്ക് പറയാം. ഓ ദൈവമേ, അങ്ങ് ഈ മക്കൾക്ക് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത്, ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവെ, ഇന്നോളം ഈ മക്കളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് വരുന്ന വഴികളില്, നടന്ന വഴികളില് പിതാവ് കുഞ്ഞിനെ എന്നതുപോലെ ദൈവമായ കർത്താവ് നിങ്ങളെ കരങ്ങളിൽ വഹിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് ഇസ്രായേൽ മക്കളോട് ചോദിച്ചതുപോലെ, ഓ കർത്താവെ, ഈ ജീവിതങ്ങളെ ഓരോരുത്തരെയും കരങ്ങളിൽ വഹിച്ച് കൊണ്ടു നടന്നതോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്ന കർത്താവ്. പ്രിയപ്പെട്ട മക്കളെ, മനമുയർത്തുക, ഹൃദയമുയർത്തുക, ആത്മാവ് ഉയർത്തുക. കർത്താവ് തന്ന ഈ ജീവിതമോർത്ത് നന്ദി പറയുക. ഒരു കുടുംബത്തിൽ കുടുംബനാഥയായി മാറുവാൻ, ഒരു ഭർത്താവിന്റെ ഭാര്യയായി മാറുവാൻ, മക്കളുടെ അമ്മയായി മാറുവാൻ ദൈവം നിങ്ങൾക്ക് തന്ന കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി, മനമുയർത്തി വിശുദ്ധ മാലാഖമാരോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി പറയുന്ന കർത്താവെ, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ, മഹോന്നതനായ കർത്താവെ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പുല്ല് കരിയുന്ന പുഷ്പമാടുന്നു, എന്നാൽ കർത്താവിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഓ കർത്താവ്, ഈ സമയം അങ്ങ് ഈ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത്, കുടുംബ ജീവിതങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ആധ്യാത്മികതയുടെ, ആരാധനയുടെ എല്ലാം അടിത്തറയായ, ഈറ്റില്ലമായ, ആത്മീയ ജീവിതത്തിന്റെ ഈറ്റില്ലമായ കുടുംബ ജീവിതങ്ങളെ ഈ സമയം സമർപ്പിക്കുകയാണ്. കർത്താവെ, ഈ സമയം എല്ലാ വൈദികരോടും സിസ്റ്റേഴ്സിന്റെയും പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട്, എല്ലാ ഏകസ്ഥരായ ജീവിതങ്ങളുടെയും പ്രാർത്ഥനകളോട് ചേർന്ന് ഈ ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും, കുടുംബ ജീവിതം നയിക്കുന്ന ഓരോ മാതാക്കളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ്, ഇന്നീ ദിവസം ഈ ആരാധന മണിക്കൂറിൽ തന്നെ വലിയ കൃപകൾ ചൊരിയപ്പെടാൻ ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് ആരാധന അർപ്പിക്കുകയാണ്. ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും. ഇവിടെ ശ്രേഷ്ഠമായ നാമത്തിന് നന്ദി പറയും. അതേ ദൈവമേ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലല്ലോ കർത്താവേ, എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത വിധത്തിൽ കുടുംബ ജീവിതങ്ങളെ, ഓരോ സ്ത്രീയെയും നീ അനുഗ്രഹിച്ചുയർത്തിയതോർത്ത് ഒത്തിരി നന്ദി പറയുന്നു കർത്താവെ. ഒരുപാട് നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുകയാണ് കർത്താവെ, ആരാധിക്കുകയാണ് കർത്താവെ, മഹത്വപ്പെടുത്തുകയാണ്. ഓ ദൈവമേ, എന്നോട് പ്രാർത്ഥിച്ച ഹന്നായെ പോലെ, നല്ല തമ്പുരാനെ നെഞ്ചുരുകി പ്രാർത്ഥിച്ച സൂസന്നായെ പോലെ, ജനത്തിന് വേണ്ടി തന്റെ ജീവിതം ബലിയർപ്പിക്കാൻ വിട്ടുകൊടുക്കാൻ ഭയലേശ്യമന്യെ മുന്നോട്ട് വന്ന യൂദിത്തിനെ പോലെ, എസ്തറിനെ പോലെ,
നിന്നെ തപ്പുകൊട്ടി പാടി സ്തുതിച്ച മിറിയാമിനെ പോലെ കർത്താവേ, ഇതാ നിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ഈ മക്കളെല്ലാം ഒരുമിച്ച് നിന്നെ പാടി ആരാധിക്കുകയാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ധ്യാനം അനുഗ്രഹത്തിന്റെയും ദിവസങ്ങളായി, കുടുംബ ജീവിതങ്ങളിൽ കൃപകൾ പെയ്തിറങ്ങുന്ന ജീവിതങ്ങളായി, ആത്മാവ് അഭിഷേകമുള്ള നിമിഷങ്ങളായി മാറുവാൻ ഓ കർത്താവേ അവിടുന്ന് ഇടതരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി പറയുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ഈശോയിലേക്ക് ഉറ്റുനോക്കി, തിരുവോസ്തിയിലേക്ക് ഉറ്റുനോക്കി, നമ്മളെ അനുഗ്രഹിച്ച് കൃപകൾ നിറയ്ക്കുന്ന, കൃപകളെ ഞങ്ങളെ സമ്പന്നരാക്കുന്ന ആ കർത്താവിനെ നമുക്ക് പാടി പാടി ആരാധിക്കാം. ഓ കർത്താവേ, എന്നിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് ഈശോയെ നീ വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ഉള്ളിലേക്ക് നീ വരണമേ, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് യേശുവേ നീ വരണമേ, നീ വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. Hallelujah, 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 hallelujah. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ രക്തമിന്നൻ പാപം മോചിച്ചല്ലോ, യേശുവിൻ രക്തമിന്നൻ ശാപം നീക്കിയല്ലോ, യേശുവിൻ രക്തമിന്നൻ പാപം മോചിച്ചല്ലോ, യേശുവിൻ രക്തമിന്നൻ ശാപം നീക്കിയല്ലോ. അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാൽ എനിക്കാകുലം ലേശമില്ല, അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാൽ എനിക്കാകുലം ലേശമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ഓ കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നല്ല നാഥ, കുടുംബ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളും ഇതാ നിന്റെ തിരുസന്നിധിയിൽ നിന്നിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആയിരിക്കുകയാണ്. എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങൾ, ജീവിതത്തിൽ പുതിയ തീരുമാനം എടുക്കേണ്ടത് എന്തെന്നറിയില്ലാതെ, ശരിയായ ജ്ഞാനം കിട്ടുന്നില്ലാത്ത അവസ്ഥയിൽ, വിവേകം പോലും ഇല്ലാത്ത അവസ്ഥയിൽ പലപ്പോഴും പല ഹൃദയങ്ങളും നീറുകയാണ്. നല്ല തമ്പുരാനെ, ഈ വലിയ ബുദ്ധിമുട്ടുകളുടെ സാഹചര്യങ്ങളിൽ നിന്നോടൊപ്പം ആരാധിക്കാൻ ഈ മക്കളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഇവരുടെ കണ്ണുനീരിന്റെ വേദനകളിലേക്ക് ഈശോയെ നീ ഒന്ന് നോക്കണമേ. കർത്താവേ, നിന്റെ മുമ്പിൽ കരഞ്ഞവരെ ആരെയും നീ തള്ളിക്കളഞ്ഞിട്ടില്ല. പാപിനിയായ സ്ത്രീ നിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞു. ന്യായമിലെ വിധവയായ സ്ത്രീ
മകന്റെ ജീവന് വേണ്ടി കണ്ണുനീര് വാർത്തു. അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. സഹോദരന്റെ ജീവന് വേണ്ടി കരഞ്ഞ മർത്തായോടും മറിയത്തോടും ആശ്വാസവാക്കുകൾ പറഞ്ഞ് അവരെയും അനുഗ്രഹിച്ച കർത്താവേ, സൂസന്ന തന്റെ ജീവിതത്തെ വലിയ കെട്ടുകളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ കണ്ണുനീര് കേട്ട കർത്താവേ, മാതാക്കളുടെ കണ്ണുനീരിന്റെ നേരെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ആശ്വാസമരുളി അനുഗ്രഹിക്കുന്ന ഈശോയെ, തന്റെ പുത്രന്മാരിടത്തും വലത്തും ഇരുത്താൻ കൃപകൾ ചോദിച്ചുകൊണ്ട് നിന്റെ പക്കലേക്ക് കൂടി വന്ന സെബദിയുടെ അമ്മയെ പോലും പരിഗണിച്ച കർത്താവേ, ഞങ്ങളോട് എത്രയധികമായാണ് നീ കാരുണ്യം കാണിക്കുക. സ്ത്രീകളോട് കരുണയും കരുതലും കാണിക്കുന്ന കർത്താവേ, നിന്നെ അനുഗമിച്ച അനേകം സ്ത്രീജനങ്ങളെ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, കുടുംബ ജീവിതത്തിന്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വേദനകളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളിലൊതുക്കുകയും പങ്കുവെക്കാൻ ആരുമില്ലാത്തതെയും ഏകാന്തത കൊണ്ടുമൊക്കെ വീണു പോകുന്ന അനേകം ജീവിതങ്ങളെ ഈ സമയം ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആശ്വാസമായി നീ മാത്രമേ ഉള്ളൂ കർത്താവേ, നീ മാത്രം. കർത്താവേ, ഇവരെ ഓരോരുത്തരും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് നീ ശക്തി കൊടുക്കണം കർത്താവേ. ജീവിത പങ്കാളി ഓർത്തുള്ള വ്യഗ്രതകള്, മക്കളെ ഓർത്തുള്ള ഭാരങ്ങള്, ജീവിതം ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാത്ത അവസ്ഥകള്, തകർന്നു പോയ ഈ ജീവിതങ്ങൾ ഈശോയെ, തിരുവോസ്തി ഇവരെല്ലാം നീ നോക്കിക്കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈശോയെ, പെറ്റമ്മയേക്കാൾ അധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, കർത്താവേ, അവിടെ നീ സമയം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക്, ഈ ജീവിതങ്ങളിലേക്ക് സ്നേഹത്തിന്റെ വരമാരി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ കർത്താവേ, സ്നേഹം നിറയ്ക്കണേ ഈശോയെ, കരുതല് കാണിക്കണേ കർത്താവേ. നിന്റെ സ്നേഹത്തിന്റെ സൗഹൃദം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, പരിശുദ്ധ അമ്മയെ, ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഈശോയെ, ഈ ഓരോ മാതാക്കളുടെയും ജീവിതങ്ങളിലേക്ക് ഈശോയെ നിന്റെ സ്നേഹത്തിന്റെ തീ കനല് പെയ്യിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശ കൊണ്ട് തണുത്തുപോയ മനസ്സുണ്ടിൽ കൂടെ, ആകുല കൊണ്ട് ഉറക്കമില്ലാത്ത ജീവിതമുണ്ടിൽ കൂടെ കർത്താവേ, ഓരോരുത്തരെയും നീ കാണണേ ഈശോയെ, ഓരോരുത്തരെയും നീ കരുതണേ ഈശോയെ, നീ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കും. ഓരോ മാതാക്കളും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോ തരുന്ന എല്ലാ കൃപകളെയും എണ്ണി എണ്ണി ഓർക്കാൻ ആഗ്രഹിച്ച്, കർത്താവിന്റെ പുതിയ കൃപകൾ എന്റെ ജീവിതത്തിൽ ഈശോ തരും. ഈശോ നിന്റെ കൂടെ ഇരിക്കും, നിന്നെ ഈശോ കാണും. എബ്രാഹിം, നീ എന്റെ വത്സലപുത്രൻ, എന്റെ ഓമന കുട്ടൻ. അതെ, നമ്മളെ അധികമായി സ്നേഹിക്കുന്ന കർത്താവ്, നാം വഹിക്കുന്ന ചുമടുകളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ ഏറ്റെടുക്കുന്ന കർത്താവ്, ഈ രാത്രിയിൽ നമ്മെ ശക്തിപ്പെടുത്താൻ നമ്മുടെ അടുക്കിലേക്ക് വരുന്ന കർത്താവിന്റെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട്, ഓ കർത്താവേ, എന്നെ ഒന്ന് തരണേ കർത്താവേ, എനിക്കൊരു കൃപ തരണമേ കർത്താവേ, നീ മാത്രം. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുന്നവരൊക്കെ ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുക. ഈശോയിലേക്ക് മാത്രം ഉറ്റുനോക്കുക. നിനക്ക് ഈശോ മാത്രമേ ഉള്ളൂ, ഈശോ മാത്രമേ ഉള്ളൂ നിനക്ക്. ഈശോയെ, അങ്ങയുടെ ശക്തി അത് നീതിയുടെ ഉറവിടമാണ്. എല്ലാറ്റിന്റെയും മേൽ അവിടത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു. അങ്ങയുടെ ശക്തിയും പ്രവർത്തനവും ദൈവമേ, അവിടുന്ന് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബങ്ങളിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നിന്നെ കാണുന്ന നിന്റെ ഈശോ, നിന്നെ കേൾക്കുന്ന നിന്റെ ഈശോ, ദെബോറ ദൈവത്തെ പാടി സ്തുതിക്കാൻ ഇടയാക്കിയതുപോലെ ഓരോ ജീവിതങ്ങളും കർത്താവിനെ പാടി സ്തുതിക്കാൻ ആഗ്രഹിക്കണം. യൂദിത്ത് ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങനെ അവളെ കുറിച്ച് പറയും, ഭൂമിയിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ എന്ന് ഉസിയ പുരോഹിതൻ യൂദിത്തിനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം ഒരു ദേശത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി യൂദിത്ത് തന്റെ ജീവിതം മാറ്റിവെച്ചു, ജീവൻ പണയം വെച്ച് അവൾ അധ്വാനിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബങ്ങളും ഓരോ സ്ത്രീകളും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്റേതും തന്റെ പ്രിയപ്പെട്ടതും ഒക്കെ മാറ്റിവെച്ച് ആ കുടുംബത്തിന് വേണ്ടി ഉരുകിത്തീരാൻ ഈശോ
കൂട്ടിക്കൊണ്ട് വന്നതാണ് ഓരോ കുടുംബിനികളെയും. പലരും ആ ജീവിതത്തിൽ സന്തോഷത്തോടെ സഹനങ്ങൾ ഏറ്റുവാങ്ങി പരാതിയില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ചില ജീവിതങ്ങൾ എത്രയും പെട്ടെന്ന് തകർത്തു കളഞ്ഞ് ഡിവോഴ്സ് വാങ്ങി പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ ഇന്ന് ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതം, നമുക്കറിയാവുന്നവരുടെ ജീവിതം, നാമുമായി ബന്ധപ്പെട്ടവർ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ അവിടുന്ന് കാണണേ കർത്താവേ. യൂദിത്തിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ ഈ മാതാക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവേ. നല്ല തമ്പുരാനെ, മക്കമാരുടെ പുസ്തകത്തിൽ ഞങ്ങൾ വായിച്ചു കേട്ടു, മക്കൾക്ക് ദൈവസ്നേഹം പകർന്നു കൊടുത്ത്, വിശ്വാസം പകർന്നു കൊടുത്ത് ദൈവത്തിന് വേണ്ടി മരിക്കാൻ തക്ക വിധത്തിൽ മക്കളെ സജ്ജരാക്കിയ 7 മക്കളുള്ള ഒരമ്മയുടെ ജീവിതം. നല്ല തമ്പുരാനെ, ഈ മാതാപിതാക്കൾക്ക് നീ കൊടുത്തിരിക്കുന്ന സന്താനങ്ങളെ നിന്നിലേക്ക് വളർത്താൻ, ഈശോയിൽ മാത്രം മക്കളെ ചേർത്ത് പിടിക്കാൻ നീ ഇവർക്ക് കൊടുത്തിരിക്കുന്ന മക്കളെ ഇതാ നിന്റെ പക്കലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇവർക്ക് വലിയ ധൈര്യം കൊടുക്കണം കർത്താവെ. പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത്, കർത്താവെ, തിന്മയുടെ കൂട് കെട്ടി നിൽക്കുന്ന ഈ ലോകത്തിൽ മക്കള് മൊബൈലിൽ അടിമപ്പെട്ടു പോകുന്ന, മാധ്യമങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരവസ്ഥ കർത്താവെ, മക്കള് പറഞ്ഞ അനുസരിക്കാത്ത അവസ്ഥ, തന്നെ ബഹുമാനിക്കാത്ത അവസ്ഥകളൊക്കെ നെഞ്ചിന്റെ വേദനകൾ, നൊമ്പരങ്ങൾ പേറി നിൽക്കുന്ന ഈ മാതാക്കളെ ഈശോയെ നീ കാണണേ. എന്ത് പ്രതിസന്ധിയിലും കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ധൈര്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓ തമ്പുരാനെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആദ്യ നാളുകൾ മാത്രം പിന്നിട്ടിരിക്കുന്ന ദമ്പതികളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ഈ സമയം ഓർക്കുകയാണ്. എസ്തേർ രാജ്ഞിയുടെ ജീവിതത്തിൽ രാജാവിന്റെ മുമ്പിലേക്ക് രാജ്യത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് കയറി ചെല്ലുമ്പോ അവളുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്ത് വലിയൊരു വ്രതവാഗ്ദാനമുണ്ട്. നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ചതിന്റെ വലിയൊരു ബലമുണ്ട്. അവൾ കയറി ചെന്നപ്പോൾ രാജാവ് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഓ ഈശോയെ, ഈ ഓരോ സ്ത്രീകളെയും തിരുമുമ്പിലേക്ക് സമർപ്പിക്കുമ്പോൾ നോമ്പിന്റെ, ത്യാഗത്തിന്റെ, പ്രാർത്ഥനയുടെ വലിയ പിൻബലത്തോടെ തങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവരുടെ ജീവിതത്തെ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാതാക്കളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബ ജീവിതം നയിക്കുന്ന ഈ മക്കളുടെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഒരിക്കൽ കൂടി കരകൾ രണ്ടും ഉയർത്തി വിളിച്ച് ഈശോയേ, ഈശോ, ഈശോ, ഈശോയെ, ഈശോയെ, ആരാധന, 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 മഹത്വം, 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 മഹത്വം. പ്രിയപ്പെട്ട ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകൾ വെച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കും. നിന്റെ ജീവിതം, ഈ കുടുംബം അത് കൃപയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് വേണം യൂദത്തിനെ പോലൊരു അഭിഷേകം, ത്യാഗത്തിന്റെ പിൻബലമുള്ള ഒരു അഭിഷേകം. കർത്താവെ, എസ്തറിനെ പോലെ പ്രാർത്ഥനയുടെ പിൻബലമുള്ള ഒരു അഭിഷേകം ഈ മക്കൾക്ക് വേണം കർത്താവെ. മക്കളെ ധൈര്യപ്പെടുത്തിയ, ധൈര്യമുള്ള അമ്മയുടെ അഭിഷേകം ഈ മക്കൾക്ക് വേണം കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ വരങ്ങളും ദാനങ്ങളും കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണം ഈശോയെ. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കണ്ണുനീരൊഴുകുന്ന അനേക മാതാക്കളെ ഈ സമയം ഓർക്കുകയാണ്. ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റാതെ മക്കളെ ഓർത്ത്, വഴിതെറ്റിപ്പോകുന്ന മക്കളെ ഓർത്ത്, വഴിതെറ്റിപ്പോകുന്ന ജീവിത പങ്കാളിയെ ഓർത്ത്, കുറ്റപ്പെടുത്തലുകൾ മാത്രം ഏറ്റുവാങ്ങി അടുക്കളയിൽ മാത്രം കഴിയുന്ന ജീവിതങ്ങളെല്ലാം ഓർത്ത് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് ഇവരെ ഓരോരുത്തരെയും നിറയ്ക്കണേ കർത്താവെ. ഇന്ന് ഇവർക്കൊരു ധൈര്യം കൊടുക്കണേ കർത്താവെ. ഈ ദിവസം ഇവർക്കൊരു ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവരെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി, മനമുയർത്തി പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ മഹത്വപ്പെടുത്തുന്നു, കർത്താവെ ആരാധിക്കുന്നു, കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മൾ ധാരാളമായി ചൊരിയപ്പെടുന്ന ഈ സമയം, പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ ശാന്തമായി നമുക്കിരിക്കാം. തിരുവോസ്തിയിലേക്ക് ഉറ്റുനോക്കാം. ഈശോയെ, നായിമിലെ വിധവയുടെ അടുക്കലേക്ക് നീ കടന്നു വന്നത്
അവരുടെ മകന്റെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖമായിരുന്നു. എൻ്റെ ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലരുടെയും ജീവിതങ്ങളിൽ മകൻ സ്നേഹിക്കാതെ ദൂർത്തടിച്ചു മക്കൾ നഷ്ടപ്പെട്ടുമൊക്കെ കഴിയുന്ന അവസ്ഥകൾ ഈശോയെ അതൊക്കെയുണ്ട്. എൻ്റെ ഈശോയെ, ഇവരെല്ലാം കാരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം നീ തൊരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ കരുതലുള്ള കരം നീട്ടണേ ഈശോയെ. നാഥാ, അങ്ങ് പറഞ്ഞില്ലേ, എന്നിൽ നിങ്ങൾ വിശ്വസിക്കുകയും എന്റെ വചനങ്ങൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളാൻ ഈശോയെ നീ പറഞ്ഞില്ലേ. എൻ്റെ ഈശോയെ, ഇതാ ഇവർ ഓരോരുത്തരും ഇവരുടെ ദുഃഖങ്ങളും ഭാരങ്ങളും ആവശ്യങ്ങളും ഇതാ നിന്റെ പക്കലേക്ക് വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കുടുംബജീവിതം നയിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള വ്യക്തിപരമായ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് എടുത്തു വെക്കാം. നാഥാ, ഇവരുടെ ചുമലുകൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലപ്പോഴും നിശബ്ദത പാലിക്കാൻ പറ്റാതെ പൊട്ടിത്തെറിച്ച മനസ്സുണ്ട് കർത്താവേ ഇവർക്ക്. ഈശോയെ, ആരോടും പറയാതെ ചങ്കിൽ കൂട്ടിവെച്ചിരിക്കുന്ന ദുഃഖമുണ്ട് കർത്താവേ. കർത്താവേ, ഞങ്ങൾക്കും ഒരു വീട് തരണമേ എന്ന് മറ്റു വീടുകളെ ഓർത്ത് നോക്കിക്കണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാക്കളുണ്ട് കൂടെ. കർത്താവേ, നീ ഇവരെ ഒന്ന് കാണണേ ഈശോയെ. എന്നും എപ്പോഴും നിന്റെ പക്കൽ കണ്ണുനീര് വാർത്ത ഒരു സ്ത്രീയെ പോലും നീ തള്ളിക്കളഞ്ഞിട്ടില്ല. റെബേക്ക പ്രാർത്ഥിച്ചപ്പോ, റാഹേല് പ്രാർത്ഥിച്ചപ്പോ അവൾക്ക് അനുഗ്രഹം കൊടുത്ത കർത്താവേ. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കൃപകൾ ചൊരിയാൻ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. നല്ല തമ്പുരാനെ, അങ്ങ് ഞങ്ങളോട് പറയുന്നില്ലേ, സ്ത്രീ ഭർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടവളാണ്, ഭർത്താവിന്റെ കാര്യത്തിൽ വ്യാപൃതയാകേണ്ടതാണെന്ന് പൗലോസ് ശ്ലീഹായോട് പറഞ്ഞു വെക്കുന്നു. എൻ്റെ ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെയും ഭർത്താക്കന്മാരെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് സമയം പ്രാർത്ഥിക്കുകയാണ്. താങ്ങും തണലുമായി പരസ്പരം നിൽക്കേണ്ട ഇവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വേദനകള്, കുറവുകള്, പാകപ്പിഴകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോയെ, ഈ സമയം ഓർത്തോർത്തോർത്ത് മാപ്പ് ചോദിക്കാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയുടെ സന്നിധിയിൽ നിങ്ങൾ മാപ്പ് ചോദിക്കുക. നിങ്ങളുടെ സങ്കടങ്ങള്, നിങ്ങളുടെ കുറവുകള്, നിങ്ങളുടെ വേദനകളൊക്കെ ഈശോയ്ക്ക് സമർപ്പിക്കും. ഈശോ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഈശോ അറിയാതെ ഒന്നും വന്നിട്ടില്ല. നിന്റെ ജീവിതം ഇവിടെ വരെ എത്തിച്ചത് ഈശോയാണെങ്കിൽ ആ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോയ്ക്ക് പറ്റുമെന്ന് വിശ്വസിച്ച് അവന്റെ മുറിവേറ്റ കരങ്ങളിലേക്ക് നിന്റെ ജീവിതം ഒന്ന് ചേർത്ത് വെക്കും. ഈശോയെ, ഈ കുടുംബ ജീവിതത്തിൽ പലപ്പോഴും പൊടികൾ പറ്റിപ്പിടിച്ചിട്ടുണ്ട് കർത്താവേ. കർത്താവെ, തട്ടലുകളും മുട്ടലുകളും പൊട്ടലുകളും ഒക്കെ ഏറെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും മനസ്സകന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ മനസ്സുകൊണ്ട് ശപിച്ചിട്ടുണ്ട് കർത്താവെ. ചിലപ്പോൾ ഇട്ടിട്ട് പോയേക്കാൻ ഓർത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് എടുത്തു വെച്ച് ഈശോ നിന്നെ ഇന്ന് താങ്ങും, നിന്നെ സഹായിക്കും. നിനക്ക് ഈശോ കൃപ തരും. ഞാൻ നിന്റെ കൂടെ ഇല്ലേ, ഞാൻ നിന്റെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കുന്ന ഈശോയുടെ സ്വരം കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് കേൾക്കാം. ഈശോയുടെ പക്കൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വരുവിൻ, കർത്താവിനെ പാടി സ്തുതിക്കാം, കർത്താവിനെ പാടി ആരാധിക്കാം. കർത്താവിന്റെ കൃപകൾക്ക് വേണ്ടി നമുക്ക് ജ്വലിച്ച് ജ്വലിച്ച് പ്രാർത്ഥിക്കാം. ഓ തമ്പുരാനെ, വന്നുപോയ എല്ലാ കുറവുകളും ഈശോയെ തിരുമുമ്പിൽ ഏറ്റു പറഞ്ഞു. നല്ല ദൈവമേ, ദൈവത്തിന്റെ ഭവനത്തെ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാണ് ഞാൻ. ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയുമെന്ന് ഏറ്റുപാടിയ സങ്കീർത്തകനെ പോലെ ഞങ്ങളും നീ ഈ ദിവസങ്ങളിൽ തരാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത്, എല്ലാ കൃപകളെ ഓർത്ത് ഏറ്റുപാടി ഞങ്ങൾ നിന്നെ ആരാധിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ, ഞങ്ങളെ ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ആരും ആരെയും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഓ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ കുടുംബങ്ങളെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണേ കർത്താവെ, അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കണേ കർത്താവെ. ദൈവം കൂടെയുണ്ടെന്നുള്ള വലിയൊരു ബോധ്യം കൊടുക്കണേ കർത്താവെ. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവെ മനപരിവർത്തനങ്ങൾ മാനസാന്തരങ്ങൾ ഈശോയെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ തമ്പുരാനെ, സാമ്പത്തിക തകർന്നു പോയ ജീവിതങ്ങൾ ഇപ്പോൾ പ്രത്യേകം എടുത്തു വയ്ക്കുകയാണ്. ജീവിത പങ്കാളിക്ക് രോഗമുള്ളത് കൊണ്ട് വേദനിക്കുന്ന മക്കളെ പ്രത്യേകം എടുത്തു വയ്ക്കുകയാണ്. ഈശോയെ പഠിക്കുന്നില്ലാത്ത മക്കള് കർത്താവെ അവരെ ഓർത്ത് വേദനിക്കുന്ന ഓരോ അമ്മമാരെ ഈ സമയം സമർപ്പിക്കുകയാണ് കർത്താവെ. കർത്താവെ നാളെ എന്ത് ചെയ്യുമെന്ന് അറിയില്ലാതെ വേദനിക്കുന്ന ഓരോ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവെ. ഈ സമയം അവിടുന്ന് ഇവരെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും, മുട്ടുമ്പോൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ ഈശോയെ. ഇതാ ഈ മക്കൾ ചോദിക്കുകയാണ് കർത്താവ്, ഈ മക്കൾ ദാഹിക്കുകയാണ് കർത്താവെ, ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഓരോരുത്തരും നിങ്ങളുടെ നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോയോട് ചോദിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ, ഈശോയോട് പറയുക നിങ്ങളുടെ സങ്കടങ്ങൾ, ഈശോയോട് ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങളുടെ വേദനകൾ മുഴുവനായി സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ നന്ദി 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 നന്ദി. ബലം തകർന്നു പോയ മക്കള് ബലഹീനതയിൽ ബലമേകുന്ന കർത്താവിന്റെ ശക്തി, അവന്റെ ബലം അത് നിങ്ങൾ സ്വീകരിക്കുക കർത്താവെ. ബലഹീനതയിൽ ബലമേകുന്ന കർത്താവെ, ഈ മക്കൾക്ക് കൃപയും ശക്തിയും ധൈര്യവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി നന്ദി നന്ദി. നമ്മുടെ ഈ ദിവസത്തെ ഈ രാത്രിയൊക്കെ സമർപ്പിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിനക്ക് വേണ്ടി ഈശോ ഇടപെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ ഏറ്റെടുക്കുന്ന ജീവിതത്തിന്റെ ഭാരങ്ങൾ അതൊക്കെ ഈശോ കണ്ട് നിന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവയെല്ലാം സമർപ്പിച്ച് നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുത്ത് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.